സർവശക്തിമാൻ സർവം ചമച്ചവൻ ജീവേശ്വരൻ മഹാ സർവശക്തിമാൻ സർവം ചമച്ചവൻ ജീവേശ്വരൻ അമ്മയിന്നുദരത്തിൽ എന്നെ മെനഞ്ഞവൻ അമ്മയിന്നുദരത്തിൽ എന്നെ മെനഞ്ഞവൻ അന്നു വേണ്ടുന്നതേകുന്നവൻ അങ്ങെന്നും യോഗ്യൻ ദൈവമേ അങ്ങെന്നും യോഗ്യൻ ദൈവമേ ആരിലും വർണ്യൻ ആരാലും വന്ദ്യൻ ആയിരം പേരിലത്യുന്നതൻ ആരാധന സ്തുതി പ്രഭോ ലോകത്തിൻ പാപം ചുമന്നിടുവാൻ ദൈവത്തിൻ കുഞ്ഞാടായി നീ വന്നുവോ ലോകത്തിൻ പാപം ചുമന്നിടുവാൻ ദൈവത്തിൻ കുഞ്ഞാടായി നീ വന്നുവോ എൻ പാപമെല്ലാം ക്രൂശിൽ ചുമന്നു എൻ പാപമെല്ലാം ക്രൂശിൽ ചുമന്നു പാർന്നുരൻ പരൻ പ്രാണേശ്വരൻ അങ്ങെന്നും യോഗ്യൻ യേശുവേ അങ്ങെന്നും യോഗ്യൻ യേശുവേ ആരിലും വർണ്യൻ ആരാലും വർണ്യൻ ആയിരം പേരിലത്യുന്നതൻ ആരാധന സ്തുതി പ്രഭോ ആരാധനാ സ്തുതി പ്രഭോ ആരിലും വന്ദ്യൻ ആരാലും വന്ദ്യൻ ആയിരം പേരിലത്യുന്നതൻ ആരാധനാ സ്തുതി പ്രഭോ പാടി പുകഴ്ത്തിടാം ദേവനെ പുതിയതാം കൃപകളോടെ പാടി പുകഴ്ത്തിടാം ദേവനെ പുതിയതാം കൃപകളോടെ ഇന്നലെയുമിന്നുമെന്നും മാറായ യേശുവേ നാം പാടി പുകഴ്ത്താം ഇന്നലെയുമിന്നുമെന്നും മാറായ യേശുവേ നാം പാടിപ്പുകഴ്ത്താം യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തിപ്പുകഴ്ത്തിടുമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തിപ്പുകഴ്ത്തിടുമേ ഘോര ഭയങ്കര കാറ്റും മലയും കൊടിയതായി വരും നേരത്തിൽ ഘോര ഭയങ്കര കാറ്റും മലയും കൊടിയതായി വരും നേരത്തിൽ കാക്കും കരങ്ങളാൽ ചേർത്തു മാർവടച്ച സ്നേഹം നിത്യം പാടും ഞാൻ കാക്കും കരങ്ങളാൽ ചേർത്തു മാർവടച്ച സ്നേഹം നിത്യം പാടും ഞാൻ യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തിപ്പുകഴ്ത്തിടുമേ എൻ പ്രിയനേശുവേ ഞാനെന്നും വാഴ്ത്തിപ്പുകഴ്ത്തിടുമേ യോർദാൻ സമമനശോ
ജയധ്വനിയോടു കാത്തുപാലിക്കുന്ന സ്നേഹമാശ്ചര്യം. ആർപ്പിൻ ജയധ്വനിയോടു കാത്തുപാലിക്കുന്ന സ്നേഹമാശ്ചര്യം. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയനേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയനേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. തള്ള കുഞ്ഞിനെ മറന്നാലും താൻ മറക്കായെന്ന വാർത്തയാൽ, പെറ്റ തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്കായെന്ന വാർത്തയാൽ, താത്തി എന്നെ തങ്കരത്തിൽ വച്ചു ജീവപാത എന്നും ഓടും ഞാൻ. താഴ്ത്തി എന്നെ തങ്കരത്തിൽ വച്ചു ജീവപാത എന്നും ഓടും ഞാൻ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനും ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. സർവസൃഷ്ടികളൊന്നായി സ്തുതിച്ചിടുന്ന കർത്താവിനെ സ്തുതിച്ചു. ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഇക്ഷോണിതലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. ഇക്ഷോണിതലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. തൻ്റെ കരുണയെത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹമാശ്ചര്യമേ. തൻ്റെ കരുണയെത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹമാശ്ചര്യമേ. എൻ ലംഘനങ്ങളും എന്നകൃത്യങ്ങളുമെല്ലാം അകറ്റിയേ സ്നേഹത്താൽ. എൻ ലംഘനങ്ങളും എന്നകൃത്യങ്ങളുമെല്ലാം അകറ്റിയേ സ്നേഹത്താൽ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും ഉള്ളവൻ. രോഗശയ്യയിലെനിക്കോ സഹായകനും രാക്കാലഗീതവും അവൻ. രോഗശയ്യയിലെനിക്കു സഹായകനും രാക്കാലഗീതവും അവൻ. നല്ല വൈദ്യനും ദിവ്യൗഷധവുമൻ, ആത്മസഖിയുമവൻ തന്നെ. നല്ല വൈദ്യനും ദിവ്യൗഷധവുമൻ, ആത്മസഖിയുമവൻ തന്നെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ,
എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരൊത്ത് അവകാശം ഞാനും പ്രാപിപ്പാൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരൊത്ത് അവകാശം ഞാനും പ്രാപിപ്പാൻ. ദിവ്യാത്മാവാ ശുദ്ധീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിയിടുമേ. ദിവ്യാത്മാവാ ശുദ്ധീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിയിടുമേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. ആയെന്നൊരത്ഭുതം ഈ വൻകൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം തിങ്ങും നീ. ആയെന്നൊരത്ഭുതം ഈ വൻകൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം തിങ്ങും നീ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മുടെ കൺവെൻഷൻ്റെ രണ്ടാമത്തെ ദിവസത്തിലേക്കും നമുക്ക് കടന്നു വരുവാൻ ഇടയായതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നലെ നാം അനുഗ്രഹിക്കപ്പെട്ട ബൈബിൾ ക്ലാസ്സും രാത്രി യോഗത്തിലുമൊക്കെ പങ്കെടുക്കുവാൻ ദൈവം ഇടയാക്കി. ഇന്ന് രണ്ടാമത്തെ ദിവസം, ഇന്ന് രാവിലെ നാം വചന പഠനത്തിനായി നാം കൂടി വന്നിരിക്കുകയാണല്ലോ. നമ്മുടെ പ്രിയ കർത്തദാസൻ ബിജു ചുവന്നമൺ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. പ്രിയ ദേവദാസനിൽ കൂടി ഇന്ന് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ദൈവജനത്തിൻ്റെ ആലോചന കേൾക്കാം. കടന്നു വന്ന എല്ലാ ദൈവജനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ മാക്കളത്തു നിന്ന് കടന്നു വന്ന സുവിശേഷകൻ പൗലോസ് സഹോദരൻ അത് പ്രാർത്ഥിച്ച് ഈ യോഗം ആരംഭിക്കുന്നത്. വണക്കം. മനസ്സലിവും മഹാദയമുള്ള അടികളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ മക്കളായ ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഈ വർഷത്തെ കൺവെൻഷൻ്റെ രണ്ടാം ദിവസത്തിലേക്ക് തിരുവേനി ഞങ്ങളെ കൊണ്ടുവന്നു. പകൽക്കാലം തിരുവചന പഠനത്തോടുള്ള പദത്തിൽ ഒരുമിച്ച് കൂടി വരുവാൻ തിരുവേനി സഹായിച്ച കൃപകൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം. സിയോണിൽ വാഴുവാനും വിളിച്ച ശ്രേഷ്ഠോപദേശം തന്ന ശ്രേഷ്ഠ ജാതിയാക്കി ഞങ്ങളെ തീർക്കുവാൻ പുത്രം മൂലം അവിടുന്ന് പ്രസാദിച്ചു. ആ മഹാഭാഗ്യം ലഭിച്ചിരുന്ന സന്തോഷത്തോടും ആ പ്രത്യാശയോടും കൂടി ഇന്ന് പകൽക്കാലം ഒരുമിച്ച് കൂടുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. അതുകൊണ്ട് അവിടെ ഞങ്ങൾക്ക് എന്നും മാറാത്തവൻ, എന്നിവെന്നും കൂടെയുള്ളവൻ എന്നുള്ളതും ഇന്ന് പാടി മഹത്വപ്പെടുത്തുവാൻ കൊണ്ട് തിരുമേനി സഹായിച്ചല്ലോ. കടന്നു വന്ന ഏവരെയും താഴ്ത്തി കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വൈദ്യം സംസാരിപ്പാൻ തക്കവണ്ണം കടന്നു ദാസനെയും കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ദാസനും മുഖാന്തരം കേൾക്കുന്ന വിലയേറിയ വചനം അടിയങ്ങളുടെ ആത്മജീവിതത്തിന് അനുഗ്രഹപ്രദമായി തീരുവാൻ, തിരുനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ, കുറവുകൾ കണ്ടുണരുവാൻ, അങ്ങനെ ഞങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുന്ന പകൽക്കാലം മടങ്ങിപ്പോകുവാൻ തിരുമേനിടയാക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ രാത്രിയിലും അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന സന്ദേശം അറിയിപ്പാൻ തിരുമേനി സഹായിച്ചു. കേട്ട ഹൃദയങ്ങളെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവജനം ഒന്നുകൂടെ തങ്ങളെ തന്നെ ഉണരുവാൻ ഈ വർഷത്തിൻ്റെ ഏകദേശം അവസാന ദിവസങ്ങളിലേക്ക് അവിടുന്ന് ഞങ്ങളെ കൊണ്ടുവന്നു. തുടർന്നുള്ള നാളുകൾ അവിടെ തരുന്ന ആയുസ്സും ആരോഗ്യവും അങ്ങയുടെ നാമത്തിന് വേണ്ടി കൂടുതൽ വിചാരിപ്പോൾ ജീവിപ്പാൻ തക്കവണ്ണം നിങ്ങളെ തന്നെ ഒരുക്കുവാൻ, കേട്ട വചനം അനുഗ്രഹപ്രദമായി തീരുവാൻ സഹായിക്കണം. കർത്താവ് കരുതണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സന്നിധി ആയിരിക്കുന്നു. ആവശ്യമായിരിക്കുന്നില്ല കൃപയാൽ നിറയ്ക്കണം. തിരുനാമത്തെ മഹത്വപ്പെടുത്തി മടങ്ങുവാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതോട് സ്തോത്രം. സകലവും ഞങ്ങൾക്കായി ജീവൻ അർപ്പിച്ച അവിടുത്തെ പുത്രന്റെ ധന്യമായ നാമത്തിൽ തന്നെ.
ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിപ്പാൻ എനിക്കും അത് കേൾപ്പാനായിട്ട് നിങ്ങൾക്കും കടന്നു വരുവാൻ കർത്താവ് കൃപ നൽകിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നലെ രാത്രിയിലും പ്രത്യേകം ഇന്നും കർത്താവിൻ്റെ വചനം ശുശ്രൂഷിപ്പാൻ എനിക്ക് ഈ സഭയിൽ അവസരം ലഭിച്ചതിൽ ഞാൻ സന്തോഷവാനും ദൈവത്തിന് എല്ലാ മഹത്വവും അർപ്പിക്കുന്നു. ഒരിക്കൽ കൂടെ എന്നെ ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിച്ചതിനുള്ള നന്ദിയും സ്നേഹവും ഈ സഭയിലെ പ്രിയപ്പെട്ടവരെ അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ നാം ചിന്തിക്കുവാനായിട്ട് പോകുന്ന കാര്യം എന്നുള്ളത്, എന്നെ സംബന്ധിച്ച് ഇന്നലെ ഞാൻ അവിടെയായിരുന്നു, വീണ്ടും കുറച്ചുകൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഓർത്തതുപോലെ ശബ്ദത്തിൻ്റെ വലിയൊരു പ്രകമ്പനം ഈ ക്ലാസ്സിലുണ്ടാകിയില്ല. വളരെ ലളിതമായിട്ട് പോകാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. എന്നെ സംബന്ധിച്ച് മൈക്കിൻ്റെ മുമ്പിൽ ഇങ്ങനെ ദൈവവചനവുമായിട്ട് നിൽക്കുമ്പോൾ അല്പം ശബ്ദവും സ്പീഡൊക്കെ എൻ്റെ ശൈലിയിലുള്ളതാണ്. എന്നാൽ ദൈവവചന പഠനത്തോടുള്ള ബന്ധത്തിൽ, ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ വളരെ ഞാൻ ബ്രേക്ക് ചവിട്ടി വളരെ സാവധാനമാണ് പോകാൻ ശ്രമിക്കാറ്. അല്പം സ്പീഡ് കൂടിപ്പോയാൽ നിങ്ങൾ സാദരം ക്ഷമിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. അപ്പോൾ ചോദിക്കും, നമ്മളെല്ലാവരും എന്നും ചിന്തിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലേ? അതെ, നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹവും അടങ്ങാത്ത ആഗ്രഹമാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുക എന്നുള്ളത്. നമ്മളെല്ലാവരും പാടിയത് അതാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് കാണാം. കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ സർവസ്വം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാം ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടതും പഠിക്കേണ്ടതും ആരെക്കുറിച്ചാണ്? കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. എന്നാൽ നാം പരക്കെ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയയില്ല, ഞാനത് പിന്നീട് വിശദീകരിക്കാം. നമ്മുടെ സെൻട്രൽ സ്കൂളുകളിലും ക്യാമ്പസ് സൈറ്റുകളിലും നമ്മുടെ സഭകളിൽ പോലും ഏറ്റവും കൂടുതൽ നാം കേട്ടുപരിചയിക്കുന്ന പഠിക്കുന്ന വേദഭാഗങ്ങളാണ് പഴയ നിയമത്തിലെ കഥാപാത്രങ്ങൾ. അവരാണ് നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനേക്കാൾ കൂടുതൽ ഞാൻ നോക്കിയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ എല്ലാം ഹൃദയത്തിൽ പതിഞ്ഞിരിക്കുന്നത്. യോസേഫ്, അബ്രാഹാം, യാക്കോബ്, ദാനിയേൽ. അതൊന്നും വേണ്ട എന്ന് ഞാൻ മുഖവരിയായിട്ട് പറയുകയല്ല, അതൊന്നും വേണ്ട എന്നല്ല, അത് ഞാൻ പ്രാരംഭമായിട്ട് പറയുന്നത് അത് നമുക്ക് അനിവാര്യമാണ്. അതെല്ലാം അവരുടെ ജീവിതത്തിൽ നിന്ന് പല കാര്യങ്ങളും നമുക്ക് അടർത്തിയെടുക്കുവാനുണ്ട്, നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുവാനുണ്ട്. എന്നാൽ ആകെത്തുക ബൈബിൾ നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത് വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. യേശു ക്രിസ്തുവിനെ നാം അറിയണമെന്നാണ് ബൈബിൾ വളരെ വ്യക്തമായിട്ട് ഓരോ വിശ്വാസികളോടും പറയുന്നത്. നമുക്ക് മാതൃക യേശു ക്രിസ്തുവാണ്, നമ്മെ ജീവിപ്പിക്കുന്നത് യേശു ക്രിസ്തുവാണ്. നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി അബ്രഹാമിൻ്റെ അല്ല, നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി ഇസഹാക്കിൻ്റെ അല്ല, നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി യോസേഫിൻ്റെ അല്ല, നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി അത്യുന്നതനായ ദൈവപുത്രനെ ഉയർത്തെഴുന്നേൽപ്പിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് നാം എല്ലാവരും യേശു ക്രിസ്തുവിനെ പഠിക്കണമെന്നാണ് ബൈബിൾ ആപാദചൂടെ നമ്മോട് സംസാരിക്കുന്നത്. പക്ഷെ നാം ശ്രദ്ധിക്കാതെ പോയ, അല്ലെങ്കിൽ ഒരു പരിധിവരെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് ഈ ഞാൻ പറയുന്ന കാര്യം. അതുകൊണ്ട് ഇന്ന് ഞാൻ എനിക്ക് അനുവദിച്ചിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് വളരെ ഓടിച്ചാണ് നിങ്ങളുടെ മുമ്പിൽ ഒരു വിഷയം അവതരിപ്പിക്കുന്നത്. നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുള്ളതാകാം, പഠിച്ചിട്ടുള്ളതാകാം, എങ്കിൽ ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഈ വിഷയം എൻ്റെ സഭയിൽ ഓർമ്മിപ്പിച്ചതിന് ശേഷമേ ഏത് ക്ലാസ്സും ഞാൻ പുറമെ പോയി പഠിപ്പിക്കാറുള്ളൂ. കാരണം എൻ്റെ സഭയിൽ എൻ്റെ സഭാമൂപ്പന്മാർ ഇരിക്കുന്നുണ്ട്, കോളേജ് ബൈബിൾ കോളേജ് അധ്യാപകന്മാർ ഇരിക്കുന്നുണ്ട്. ഞാനും അവരോടൊപ്പം പഠിച്ച ആളൊക്കെ ആണെങ്കിൽ തന്നെയും ഒരു വിഷയം ഞാൻ എൻ്റെ സഭയിലെടുക്കും. ഉപദേശ വൈരുദ്ധ്യമുണ്ടെങ്കിൽ എൻ്റെ സഭാമൂപ്പൻ എഴുന്നേറ്റ് നിന്ന് പറയും അത് ശരിയല്ല എന്ന്. പിന്നെ പറയണ പരിപാടിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തിരുത്തിയാണ് എന്നെ പഠിപ്പിച്ചതുകൊണ്ട് ആദ്യം എൻ്റെ സഭയിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പഠിപ്പിക്കുക, അതിനുശേഷമേ പുറത്തു പോയി പഠിപ്പിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു പുതിയ വിഷയമാണ്. എല്ലാം വിശദീകരിക്കാൻ സമയമില്ല, വെട്ടിച്ചുരുക്കി വളരെ ചുരുക്കമായിട്ട് വാക്യങ്ങളിലൂടെ ഓടിപ്പോകാം. നിങ്ങൾ വാക്യങ്ങൾ എഴുതിയെടുക്കുന്നവരാണോ അങ്ങനെ പരിശോധിക്കുന്നവരാണോ എന്ന് എനിക്കറിയില്ല. മറിച്ച് നിങ്ങൾക്ക് വാക്യങ്ങൾ എഴുതിയെടുക്കാം, അല്ലെങ്കിൽ നോട്ട് ചെയ്യാം, നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിടാം, നിങ്ങൾക്ക് ആവോളം പരിശോധിക്കാം. എന്നാൽ ഞാൻ വാക്യങ്ങളെല്ലാം പറയാം, എല്ലാ വാക്യങ്ങളും വായിക്കുന്നില്ല. പ്രാരംഭമായിട്ട് നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വേദഭാഗം നമുക്ക് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ.
എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞു എങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് നമുക്ക് സുപരിചിതമായ വേദഭാഗമാണ്. ഏകദേശം ഈ ദിവസങ്ങളിലെ അല്ലെങ്കിൽ ഈ വർഷത്തെ എൻ്റെ ശുശ്രൂഷകളിൽ കൺവെൻഷൻ പന്തലുകളിലെല്ലാം ഞാൻ പ്രസംഗിച്ച ഈ 5 or 6 കൺവെൻഷനുകളിൽ 2 or 3 ദിവസം സംസാരിക്കേണ്ടതായിട്ട് വന്നു. അവിടെയെല്ലാം ഞാൻ സംസാരിച്ചത് ഈ ഒരേ വേദഭാഗത്ത് നിന്നാണ് വ്യത്യസ്തമായ ഭാഗങ്ങളിലൂടെ കൊണ്ടുവന്ന് സുവിശേഷം പ്രസംഗിച്ചത്. എന്നാൽ ഒരു ബൈബിൾ ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഞാൻ പഠിച്ച കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. അല്ലാതെ നിങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടി പഠിച്ച ഒരു കാര്യമായി നിങ്ങൾ കാണരുത്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്നെ മാറ്റിമറിച്ച ഒരു വിഷയമാണ് കർത്താവായ യേശുക്രിസ്തു. ബൈബിളിലെ ഒരു കഥാപാത്രമായ കേന്ദ്രബിന്ദുവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഞാൻ പഠിച്ചത്. അത് എനിക്ക് വേണ്ടി പഠിച്ചതാണ്, നിങ്ങൾക്ക് പ്രയോജനം ചെയ്യണമെന്നാണ്. ഇപ്പം തന്നെയല്ല, നമ്മുടെ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, ഇവിടെ ഒറ്റ കുഞ്ഞുങ്ങളെ എനിക്ക് കാണാനില്ല. മുടക്കായിട്ട് പോലും നമ്മുടെ കുഞ്ഞുങ്ങളില്ല, ഒറ്റ കുഞ്ഞുങ്ങളില്ല. പിന്നെ യൂത്ത് എന്ന് പറയുന്ന സഹോദരിമാർ ചിലരുണ്ട്. എനിക്ക് വളരെ സന്തോഷം തോന്നി. എന്ന് പറഞ്ഞാൽ ഇത് ഈ നിങ്ങൾ ശരിക്കും പരിശോധിക്കണം. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും BJPയെയും ഈ NDA ഒക്കെ പരിശോധിക്കണം. എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിനെയൊക്കെ പരിശോധിക്കണം. അവരൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നത് 5 or 6 വയസ്സുള്ള കുട്ടികൾക്കാണ്. നമ്മൾ വിചാരിച്ച് ഈ 40 or 50 വയസ്സുള്ളവനെ കിട്ടിയിട്ട് അവർക്കൊന്നും ഒരു കാര്യമില്ല. അവർക്ക് കിട്ടണമെങ്കിൽ എങ്ങനെ കിട്ടണം? അവർക്ക് 5 or 6. എൻ്റെ നാട്ടിൽ നടക്കുന്ന കാര്യമാണ്. എൻ്റെ സുഹൃത്ത് ഈ ജോസ് മാത്യു സഹോദരൻ്റെ ബന്ധു അന്ന് പാർട്ടി ഏരിയ സെക്രട്ടറിയാണ്. അവിടുത്തെ എൻ്റെ അടുത്ത സുഹൃത്താണ്. ഫോട്ടോ കാണിച്ചു തന്നപ്പോഴാണ് ആളെ മനസ്സിലായി. എൻ്റെ അമ്മായിയുടെ മകൻ പാർട്ടി സെക്രട്ടറിയാണ്. എൻ്റെ ചേട്ടൻ്റെ മകളെ കല്യാണം കഴിച്ചവൻ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഏരിയയിലെ സെക്രട്ടറിയാണ്. ഇതെല്ലാം DYFയുടെ ആളാണ്. ഇതെല്ലാം അവർ കൊണ്ടുപോകുന്നത്. പക്ഷെ അവരെല്ലാം പിടിക്കുന്നത് കുഞ്ഞുങ്ങളെയാണ്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നെ ഒരു കാലത്ത് അങ്ങനെ പിടിച്ചതാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ പിടിച്ച് അവർ പറയുന്നത് 5 വയസ്സിൽ അവരെ പഠിപ്പിച്ചാൽ 10 കൊല്ലം കഴിഞ്ഞാൽ അവർക്ക് 15 വയസ്സായി. അവരാണ് ഇനി കരുത്ത്. ഞങ്ങളുടെ കരുത്ത് അവരങ്ങനെയാണ്. നമുക്കിതൊന്നും ആവശ്യമില്ല. നമുക്ക് ആവശ്യം ഈ കരുത്തൊന്നുമല്ല. നമുക്ക് സാമ്പത്തികത്തിൻ്റെ സ്രോതസ്സാണ് ആവശ്യം. ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ്. ഇത് പുനലൂരുകാരോടായിട്ട് തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട. ഇനി നിങ്ങൾ ചിലപ്പോൾ വിളിക്കാതിരിക്കാൻ, ചിലപ്പോൾ ഇഷ്ടമില്ലാതിരിക്കാം, ഇഷ്ടമായിക്കൊള്ളാം. ഇതൊന്നും എൻ്റെ വിഷയമല്ല. ഞാൻ പറയുന്നത് നിങ്ങൾ അല്ലെങ്കിൽ നമ്മളെന്ന പദമാണ് ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ എന്ന് മാത്രമല്ല, ലോകത്തിലുള്ള വിശ്വാസവൃന്ദത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ ലോകത്തിലാണ് അവർ ശ്രദ്ധിക്കുന്നത്. ലോകം മാത്രം മതി എന്ന് പറഞ്ഞാൽ സാമ്പത്തിക സ്രോതസ്സുകളും മറ്റവനേക്കാൾ മെച്ചമായ ജീവിതവും ആഗ്രഹിക്കുന്നവരായി നമ്മുടെ തലമുറ മാറി. നമ്മുടെ ഇപ്പോഴത്തുള്ള ആളുകളും മാറി. അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളാരും ഈ മുൻനിരയിലേക്ക് വരാത്തത്. അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, കുഞ്ഞുങ്ങളെ പ്രത്യേകം. ഇവിടെ കർത്താവായ യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യമാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഇതെല്ലാം വിശദീകരിക്കുന്നില്ല, ഇത് ഓടിച്ച് പറയാം. ഈ ഹൃദയം കലങ്ങിപ്പോരുന്നതെന്ന് നമുക്കറിയാം. കർത്താവ് പറഞ്ഞത് ഇതാണ്, ഞാൻ മരിക്കാനായിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ യെരുശലേമിലേക്ക് പോവുകയാണ്, അവരെന്നെ കൊല്ലും. ഈ കാര്യങ്ങളെ പറഞ്ഞു വന്നപ്പോൾ ശിഷ്യന്മാരുടെ മനം ഇടറുമെന്ന് ആർക്ക് മനസ്സിലായി? കർത്താവിനറിയാം. സർവജ്ഞാനിയായ കർത്താവ് അതിനോടനുബന്ധമായി ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതവിടെ നിൽക്കട്ടെ. എന്നിട്ട് പറയാണ്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. അപ്പോൾ പിതാവിൻ്റെ ഭവനമുണ്ട്, അവിടെ വാസസ്ഥലവുമുണ്ട്. പിതാവിൻ്റെ ഭവനവുമുണ്ട്, അവിടെ വാസസ്ഥലങ്ങളുമുണ്ട്. എന്നിട്ട് പിന്നെ കർത്താവ് പറയുകയാണ്, അതല്ല നമ്മുടെ വിഷയം, എങ്കിൽ അവിടേക്ക് വരാൻ വേണ്ടി പറയും. പിന്നെ കർത്താവ് പറയുകയാണ്, ഞാൻ സ്ഥലം ഒരുക്കാൻ പോവുകയാണ്. പിന്നെ ഇനി യേശുക്രിസ്തു അവിടെ പോയി വീട് പണിയേണ്ട ആവശ്യമുണ്ടോ? കർത്താവ് തന്നെയല്ല, വൈരുദ്ധ്യമായ കാര്യം കർത്താവ് പറയും. കർത്താവ് തന്നെ പറഞ്ഞു, എനിക്കവിടെ പിതാവിൻ്റെ ഭവനമുണ്ട്, അവിടെ വാസസ്ഥലങ്ങളുമുണ്ട്. ഇനി ഞാൻ സ്ഥലം ഒരുക്കാൻ പോവുക. അതെന്ത് പോക്കാണ്? അവിടെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, പിതാവിൻ്റെ ഭവനം നിത്യത എന്ന് പറഞ്ഞാൽ സ്വർഗം. അതാണ് സ്വർഗഭവനം, സ്വർഗം. അതാണ് കർത്താവ് ഉദ്ദേശിച്ചത്. പിതാവിൻ്റെ രാജ്യം, സ്വർഗരാജ്യം അല്ലെങ്കിൽ സ്വർഗം. കർത്താവ് നിത്യതയെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി അവിടെ അനേക വാസസ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞത് നാം അവിടെ പരിശോധിക്കുമ്പോൾ അവിടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന പൊസിഷനുകളാണ്, റിവാർഡുകളാണ്.
നാം ഇവിടെ ജീവിക്കുന്നതിന് അനുസരണം നമുക്ക് ലഭിക്കാൻ പോകുന്ന ഓരോ റൂമുകൾ എന്ന് പറഞ്ഞ പോലെ തന്നെ അവിടെ ആ വാസസ്ഥലങ്ങൾ മാത്രമല്ല നാം ഭരിക്കും. അങ്ങനെ നാം ഒരുപാട് കാര്യങ്ങൾ ബൈബിളിൽ അങ്ങനെ എസ്കറ്റോളജി അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും നമ്മുടെ പ്രതിഫലത്തെക്കുറിച്ച്. അത് നിങ്ങൾക്കുണ്ടെന്നാ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കർത്താവ് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? സ്ഥലം ഒരുക്കാൻ പോവുകയാണ്. പിന്നെ എന്തിനാണ് സ്ഥലം ഒരുക്കാൻ പോകുന്നത്? ആ കാര്യം കർത്താവ് പറഞ്ഞത് 6-ാം വാക്യത്തിൽ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞാൽ സ്ഥലം ഒരുക്കാൻ ഞാൻ പോവുകയാണ് കാൽവറിയുടെ ക്രൂശിലേക്ക്. അഖില മാനവരാശിക്ക് നിൽക്കുവാൻ സ്ഥലമില്ല, ദൈവത്തിന് മുമ്പാകെ കഴിയുകയില്ല. ഏദൻ തോട്ടത്തിൽ കൊട്ടിയടയ്ക്കപ്പെട്ട വാതിൽ, ആ വാതിൽ തുറക്കുവാൻ ഞാൻ പോവുകയാണ്. യെരൂശലേം ദേവാലയത്തിലെ തിരശീല ചീന്തുവാനായിട്ട് പോവുകയാണ്. എൻ്റെ ദേഹമെന്ന തിരശീല, എബ്രായ ലേഖനം 10:19 മുതൽ നിങ്ങൾ വായിച്ചു നോക്കുക. അവിടെ ദേഹമെന്ന തിരശീല ചീന്തുവാനായിട്ട് ഞാൻ ക്രൂശിലേക്ക് പോവുകയാണ്. അവിടെയാണ് വഴി തുറന്നത്, അവിടെയാണ് സ്ഥലമൊരുക്കപ്പെട്ടത്. അഖില മാനവരാശിക്കും ദൈവസന്നിധിയിലേക്കും കടന്നു വരുവാനുള്ള വഴി തുറന്ന സ്ഥലമാണ് ഇവിടെ കാൽവറിയുടെ ക്രൂശ്. അവിടെ സ്ഥലം കർത്താവ് ഒരുക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മുമ്പാകെ ആർക്കും നിൽക്കാൻ കഴിയില്ലായിരുന്നു. പാപികൾക്ക് നിൽക്കുവാൻ ഒരിടം ദൈവമുണ്ടാക്കി. അതെങ്ങനെയാണ്? പുത്രൻ്റെ ശരീരത്തെ തകർത്തുകൊണ്ട് വഴിയൊരുക്കി. അതാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ ആ വഴി ഒരുക്കാൻ പോവുകയാണ്. അതൊരുക്കുന്ന സ്ഥലം കാൽവറിയുടെ ക്രൂശാണ്. ഇതെൻ്റെ പ്രസംഗങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്നത് യൂട്യൂബിലൊക്കെ ഉണ്ട്. അവിടെയെല്ലാം ഞാൻ ഇതാണ് പ്രസംഗിച്ചത്. ശരി, ഞാൻ മടങ്ങി വരികയാണ്. അപ്പോൾ ഈ വഴി ഒരുക്കി. ഇനി നമ്മെ സംബന്ധിച്ച് ഈ വഴിയിലേക്ക് പ്രവേശിച്ചവരാണ് നമ്മളെല്ലാവരും, അല്ലേ? കർത്താവ് എന്താ പറഞ്ഞത്? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. അപ്പോൾ നമ്മളെല്ലാവരും ഈ വഴിയിലേക്ക് പ്രവേശിച്ചു. എപ്പോൾ പ്രവേശിച്ചു? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും പറയാനുള്ള അവകാശമുണ്ട്, ഓരോരുത്തർക്കും പറയാനായിട്ട് കഴിയും. നമ്മളെപ്പോഴാണ് ഈ വഴിയിൽ പ്രവേശിച്ചത്? നാം വഴി തെറ്റി നടന്നവരായിരുന്നു, നാം പാപികളായിരുന്നു, വഴി നമുക്കറിയില്ലായിരുന്നു. പക്ഷേ ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്ദേശം കേട്ടപ്പോൾ, സുവിശേഷം കേട്ടപ്പോൾ, ആ സുവിശേഷത്തിൻ്റെ വെള്ളിവെളിച്ചം നമ്മുടെ ഓരോരുത്തരുടെയും ഇരുളടഞ്ഞ പാപം നിറഞ്ഞ ഹൃദയത്തിൽ മിന്നിമറഞ്ഞപ്പോഴാണ് നാം എന്ത് ചെയ്ത് രക്ഷിക്കപ്പെട്ടത്. രക്ഷിക്കപ്പെട്ടപ്പോൾ നാം ഈ വഴിയിലേക്ക് പ്രവേശിച്ചു. ഇവിടെ കർത്താവായ യേശുക്രിസ്തു പറയാൻ, ഈ വഴിയിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. ആ ഒരു ഒറ്റ വാക്യമാണ് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. അപ്പോൾ ഈ വഴിയിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? പ്രവേശിച്ചു കഴിഞ്ഞു. അതിൽ യാതൊരു തർക്കമില്ല. ഇവിടെ ഇരിക്കുന്ന രക്ഷിക്കപ്പെട്ട എല്ലാവരും ഈ വഴിയിൽ പ്രവേശിച്ചവരാണ്. ഈ വഴിയിൽ പ്രവേശിച്ചവരോട് കർത്താവായ യേശുക്രിസ്തു പറയാം, നിങ്ങൾ എന്തറിയണം? അതിൻ്റെ 7-ാം വാക്യം നിങ്ങൾ നോക്കുക. നിങ്ങൾ എന്നെ അറിഞ്ഞു എങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഈ വഴിയിലേക്ക് പ്രവേശിച്ചവരെല്ലാവരും ആരെ അറിയണം? ഈ കർത്താവായ യേശുക്രിസ്തുവിനെ അറിയണം. അർത്താൽ ഞാൻ തന്നെ വഴിയും സത്യവും ജീവൻ. ഈ സത്യം ഗ്രഹിക്കണം. ഞാൻ തന്നെ വഴി, സത്യം, ജീവൻ. അപ്പോൾ ഇതിൻ്റെ മധ്യത്തിൽ കിടക്കുന്ന സത്യമെന്ന യാഥാർത്ഥ്യത്തെ നിങ്ങൾ ഗ്രഹിക്കണം. എന്തിനാണ് ഗ്രഹിക്കേണ്ടത്? എന്തിനാണ് ഈ സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ വഴിയിലേക്ക് പ്രവേശിച്ച നാം ഓരോരുത്തരും ഈ സത്യം എന്തിനാണ് മനസ്സിലാക്കേണ്ടത്? ഈ സത്യം ഗ്രഹിക്കാത്ത, ഈ സത്യം പഠിക്കാത്ത ഒരു വ്യക്തിക്ക് തുടർമാനമായി വഴിയിലൂടെ നടക്കാൻ പറ്റില്ല. നിങ്ങൾ എഴുതി വെച്ചോ, പറ്റില്ല. ഈ സത്യം യേശുക്രിസ്തു പറഞ്ഞു, എന്നെ അറിയണം നിങ്ങൾ. എന്നെ നിങ്ങൾ അറിയാത്തിടത്തോളം കാലം ഈ വഴിയിലൂടെ നിങ്ങൾക്ക് നടക്കാനായിട്ട് കഴിയുകയില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ തന്നെയാണ് ജീവൻ. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. യോഹന്നാൻ 8:12. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ ജീവന്റെ വെളിച്ചം നമ്മിൽ നിന്ന് ഈ ലോകത്തിൽ പ്രകാശിക്കണം. അപ്പോൾ ഈ വഴിയിലൂടെ നാം നടന്ന് ഈ സത്യം ഗ്രഹിച്ച് ജീവന്റെ പ്രകാശം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ഈ ലോകത്തിൽ പ്രകാശിക്കണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വഴിയിലൂടെ നടക്കുന്ന ഒരു വ്യക്തി സത്യം ഗ്രഹിക്കാത്തിടത്തോളം കാലം ഒരിക്കലും ഇവനിൽ നിന്ന് ജീവന്റെ പ്രകാശം ഉണ്ടാകുകയില്ല. ഇവനിൽ നിന്ന് ഇവൻ്റെ വീട്ടിലോ സഭയിലോ നാട്ടിലോ ഇവനിൽ നിന്ന് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. ഇവൻ വഴിയിൽ നടക്കുന്നവനായിരിക്കും. ഇവനെ കൊണ്ട് അല്ലെങ്കിൽ ഇവളെ കൊണ്ട് സഭയ്ക്ക് ഒരു പ്രയോജനം ഉണ്ടാവില്ല. നിങ്ങൾ പരിശോധിച്ച് നോക്കിയോളൂ. ഈ വ്യക്തിയെ കൊണ്ട് വീടിനും പ്രത്യേകിച്ച് ആത്മീകമായിട്ട് ഒരു ഉപകാരം ഉണ്ടാവുകയില്ല. നാട്ടിൽ യാതൊരു എന്ന് പറഞ്ഞ് ഒരുത്തരോടും സുവിശേഷം പറയില്ല. അവനിൽ നിന്ന് ഈ പ്രകാശം അയൽക്കാരനും കാണില്ല. യഥാർത്ഥത്തിൽ കൂടെ പൊറുക്കുന്ന ഭാര്യ പോലും കാണില്ല. ഭാര്യയ്ക്ക് പോലും മനസ്സിലാവില്ല ഇദ്ദേഹം രക്ഷിക്കപ്പെട്ടതാണ്.
എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് പുനലൂരുള്ളവരോടോ നിങ്ങൾ അങ്ങനെയുള്ളവരാണെന്നോ ചുവന്ന മണ്ണിലുള്ള ഞങ്ങൾ അങ്ങനെയുള്ളവരാണെന്നോ അർത്ഥത്തിലല്ല. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഈ സത്യം ഗ്രഹിക്കാത്ത നമ്മുടെ ഒരു വിശ്വാസി പോലും, ഒരു കുഞ്ഞു പോലും തീർച്ചയായിട്ടും ഈ വഴിയിലൂടെ അവർക്ക് നടക്കാൻ കഴിയില്ല. പിന്നെ അവർക്ക് ജീവനെ പ്രകാശിപ്പിക്കുവാനായിട്ട് കഴിയില്ല. ക്രിസ്തുവിൻ്റെ ജീവൻ, ക്രിസ്തു എന്ന ഈ വ്യക്തിത്വം എന്നിലൂടെ പുറത്തു വരികയില്ല. നമ്മിലൂടെ ആരിലൂടെയും പുറത്തു വരികയില്ല. പുറത്തു വരണമെങ്കിൽ യേശു ക്രിസ്തുവിനല്ലോ, അതല്ലേ മഹാത്മാഗാന്ധിജി എന്താ പറഞ്ഞു, എനിക്ക് ഈ ക്രിസ്തുവിനെ വായിച്ചിട്ടില്ലേ, ഞാൻ അറിയുന്ന ക്രിസ്തു എന്നും ഹരിജൻ എന്ന പത്രത്തിലും താൻ വ്യക്തമായിട്ട് എഴുതി. തൻ്റെ ആത്മകഥ വായിച്ചാലേ അറിയാം. അവിടെ താൻ എഴുതി വെച്ചു, എനിക്ക് ക്രിസ്തുവിനെ പരിചയമുണ്ട്, പിന്നെ ആരെ പരിചയമില്ല, ക്രിസ്ത്യാനീനെ പരിചയമില്ല. ക്രിസ്ത്യാനീനെ പരിചയമുണ്ടെങ്കിൽ ഉണ്ടാകണമെങ്കിൽ ഈ ക്രിസ്തു എവിടെ വരണം? എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ലോകം കാണണ്ടോ? എന്നെ കാണുന്നുള്ളൂ, എന്നെ കാണണേ എൻ്റെ നാട്ടുകാർ, ക്രിസ്തുവിനെ കാണുന്നില്ല, എൻ്റെ സ്വഭാവമാണ് കാണുന്നത്. അപ്പം അതുകൊണ്ട് നമ്മിലൂടെ ജീവൻ പുറത്തു വരണമെങ്കിൽ, വാക്യങ്ങളില്ലാഞ്ഞിട്ടല്ല, ഈ വഴിയിലൂടെ നടന്ന് ജീവനെ ലോകത്തിന് നൽകണമെങ്കിൽ ഈ സത്യം ഗ്രഹിക്കണം. സഭ വളരണമെങ്കിൽ, സഭയാണ് എൻ്റെ പ്രധാന വിഷയം. സഭയില്ലാതെ ഒന്നുമില്ല. സഭയാണ് കുടുംബത്തെക്കാൾ വലിയ, കുടുംബം ദൈവം തന്നിരിക്കുന്ന സുപ്രധാനമായ ഒന്നാണ്. അത് കഴിഞ്ഞിട്ട് സഭ. അപ്പോൾ സഭ എന്നുള്ളത് ദൈവത്തിൻ്റെ പവിത്ര പദ്ധതികളെല്ലാം ഈ ലോകത്തിൽ നടപ്പാക്കാൻ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് സഭയെയാണ് അത് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സഭയിലൂടെ അത് പുറത്തു വരണമെങ്കിൽ നാം ഓരോരുത്തരും ഈ വഴിയിലൂടെ നടന്ന് ഈ ജീവനെ വെളിപ്പെടുത്തണം. അതിന് ദൈവത്തിൻ്റെ വചനം പറയാണ്, നിങ്ങൾ സത്യം ഗ്രഹിക്കണം. എന്തിനു വേണ്ടിയാണ്? നമ്മളെവിടെയാണ് ആയിരിക്കുന്നത്? ഫിലിപ്പിയ ലേഖനം 2:14 നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ നടുവിൽ. നാം എവിടെയായിരിക്കുന്നത്? 2:14 നിങ്ങൾ വായിച്ചാൽ മതി. വക്രതയും കോട്ടവുമുള്ള ഈ തലമുറ എങ്ങനെയാണ്? അഴിമതി, അക്രമവും നിറഞ്ഞ, അരാജകത്വം നിറഞ്ഞ ഈ കോട്ടമുള്ള ഈ തലമുറയുടെ മധ്യത്തിലാണ് ദൈവജനം ആയിരിക്കുന്നത്. കൊലോസ്യ ലേഖനം 1:13 വായിക്കുന്നത് എന്താ? ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നാണ് നമ്മെ വിടുവിച്ചത്. ഇരുട്ടിൻ്റെ അധികാരമാണ് ഈ പുറമെ. ലോകം ഇരുട്ടിൻ്റെ അധികാരത്തിലാണ്. നമുക്ക് 1 യോഹന്നാൻ 5 നാം വായിക്കുന്നുണ്ട്, സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു, പാപത്തിൻ്റെ അധീനതയിൽ കിടക്കുന്നു. ഇവിടെ കിടക്കുന്ന നാം ഓരോരുത്തരും ഈ സത്യം ഗ്രഹിച്ചിട്ട് നാം ഈ വഴിയിലൂടെ നടന്ന് ജീവനെ പ്രകാശിപ്പിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് സത്യം? ഞാൻ അതിന് മുഖവരയിൽ നിന്നോണം അത് എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞു. എന്താണ് യഥാർത്ഥത്തിൽ സത്യമെന്ന് ഞാൻ ഇത്ര നേരം പറഞ്ഞത്? സത്യം എന്നുള്ളതിനെക്കുറിച്ച് നാം ബൈബിൾ പരിശോധിച്ചാൽ നിരവധി വാക്യം. ഇപ്പോൾ ഇത് സുവിശേഷകന്മാരോ മുപ്പന്മാരോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവരോ കുത്തിപ്പിടിച്ചിരുന്ന് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അധ്വാനി പഠിച്ചു വരുമ്പോഴേക്കും നമ്മുടെ മുമ്പിലിരിക്കുന്നവരെന്താ ചെയ്യണേ? 2 കുത്ത് ഈ വാക്യങ്ങളെല്ലാം അവരുടെ മുമ്പിൽ വരും. അതുകൊണ്ട് ഇപ്പോൾ നോട്ട് ചെയ്തില്ലെങ്കിലും ഒക്കെ എല്ലാവർക്കും അറിയാം. ഈ മൊബൈലെടുത്തൊന്ന് സെർച്ച് ചെയ്താൽ ഒരു വേർഡ് അടിച്ചു കഴിഞ്ഞാൽ ആ വാക്യങ്ങൾ മുഴുവൻ വരും. അങ്ങനെ എടുത്ത് പ്രസംഗിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇത് ധ്യാനിച്ച് പഠിച്ചിട്ട് വേണം ഇത് സംസാരിക്കാൻ. അപ്പോൾ അങ്ങനെ പരിശോധിച്ചാലും ബൈബിളിൽ സത്യത്തെക്കുറിച്ച് നമുക്ക് നിരവധി നിർവചനങ്ങളും സത്യത്തെക്കുറിച്ച് ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളൊക്കെ കാണുവാനായിട്ട് കഴിയും. പഴയ നിയമത്തിൽ ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം നിങ്ങൾ വായിച്ചാൽ മതി. സമയത്തിൻ്റെ അപര്യാപ്തത കൊണ്ട് ഞാനത് വായിക്കുന്നില്ല. ദിനവൃത്താന്തം 2-ാം പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 3-ാം വേദഭാഗത്ത് ദൈവത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അവൻ സത്യദൈവമാണ്, സത്യത്തിൻ്റെ ദൈവമാണ്. ദൈവം എന്ന് പറഞ്ഞാൽ ദൈവം മാത്രമാണ് സത്യം. എല്ലാ സത്യങ്ങളും ദൈവമല്ല. സത്യം ദൈവമാണ്, പക്ഷെ എല്ലാ സത്യവും ദൈവമല്ല. യഥാർത്ഥത്തിൽ ട്രൂത്ത്, യഥാർത്ഥ സത്യം എന്നുള്ളത് ദൈവമാണ്. അതാണ് ദിനവൃത്താന്ത പുസ്തകം 15:3 പറയുന്നത്. അങ്ങനെ നാം നോക്കിക്കഴിഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ വരുമ്പോൾ 3-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് ദൈവം ആരാണ്? സത്യവാൻ. ദൈവം സത്യമാണ് എന്ന് യോഹന്നാൻ 3:33 പറഞ്ഞു. 7:28 പറഞ്ഞു ദൈവം സത്യവാൻ. ദൈവം ആരാണ്? സത്യവാൻ. 8:26 പറഞ്ഞു ദൈവം സത്യവാൻ. ദൈവം ആരാണ്? സത്യവാനാണ്. അത് കഴിഞ്ഞ് റോമാലേഖനം 3:4 പറഞ്ഞു, പുതിയ നിയമത്തിലെ വാക്കുകളാണ് ഞാൻ നിങ്ങളോട് അവതരിപ്പിക്കുന്നത്, പറഞ്ഞു ദൈവം സത്യവാൻ. ഇനി നിങ്ങൾ പഴയ നിയമം മുഴുവൻ അരിച്ചു പറക്കി വരുന്ന ദൈവം സത്യവാൻ എന്നുള്ള വാക്കും പുതിയ നിയമത്തിൽ എല്ലാവരും സംയോജിപ്പിച്ച് പറഞ്ഞിരിക്കുന്ന ദൈവം സത്യവാൻ എന്ന് പറഞ്ഞ വാക്കും സംയോജിപ്പിച്ചുകൊണ്ടാണ് യോഹന്നാൻ ലേഖനം എഴുതിയപ്പോൾ 1 യോഹന്നാൻ 5:20 വാക്യത്തിൽ പറഞ്ഞു. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവൻ
അറിയില്ലേ? അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. അവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശുക്രിസ്തു സത്യദൈവമാണ്. ഇനി ആ സത്യദൈവമാണ് നേരത്തെ നാം വായിച്ചു കേട്ട യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറഞ്ഞ ഞാൻ തന്നെയാണ് എന്ത്? സത്യം. ഞാൻ തന്നെയാണ് സത്യം. ഇങ്ങനെ മറ്റാരും പറഞ്ഞിട്ടില്ല. അപ്പൊ കർത്താവായ യേശുക്രിസ്തു എന്ന വ്യക്തിത്വമാണ്, മൂന്നാളത്വങ്ങളിലെ വ്യക്തിത്വമാണ് ഈ സത്യമെന്ന ദൈവം യേശുക്രിസ്തു. അപ്പൊ അതുകൊണ്ട് യേശുക്രിസ്തു പറയുന്നത്, ഈ യേശുക്രിസ്തു നമ്മോട് ചൂണ്ടിക്കാണിക്കുന്നത് എന്നെ നിങ്ങൾ അറിയണം. ഈ ലോകത്തിൽ മറ്റൊന്നും അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾ എന്നെ വ്യക്തമായിട്ട് പഠിക്കണം, എന്നെ നിങ്ങൾ മനസ്സിലാക്കണം. ഇതെന്തുകൊണ്ട് നമ്മുടെ ആളുകൾ മനസ്സിലാക്കുന്നില്ല, എന്തുകൊണ്ട് ആ നിലവാരത്തിൽ ചിന്തിക്കുന്നില്ല എന്നാണ് എന്നെയും ദുഃഖിപ്പിച്ചത്. യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, ആപാത ചൂടം നിങ്ങൾ ബൈബിൾ പരിശോധിച്ചു, എന്നെ നിങ്ങൾ അറിയണം, ഈ സത്യം നിങ്ങളെ അറിയണം. സത്യം നിങ്ങളെ അറിഞ്ഞാൽ, യോഹന്നാൻ 8:31-32 അവിടെ പറഞ്ഞു, ഈ സത്യം നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും. സത്യമാണ് നിങ്ങളെ സ്വാതന്ത്ര്യത്തിലൂടെ നയിക്കുക. സത്യമാണ് നിങ്ങളെ വിശുദ്ധീകരണത്തിലേക്ക് നയിക്കുക, വേർപാടിലേക്ക് നയിക്കുക. അത് 8:36 പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ. ഏതിൽ? പാപത്തിൽ നിന്ന്. അങ്ങനെ വാക്യങ്ങളൊക്കെ നമുക്കറിയാം. ഞാനിവിടെ പറഞ്ഞു വന്നത് ഈ സത്യത്തെ നിങ്ങൾ അറിയണം. അതുകൊണ്ടാണ് 14:7 പറഞ്ഞത്, എന്നെ നിങ്ങൾ അറിഞ്ഞു എങ്കിൽ. പ്രിയപ്പെട്ടവരെ, കർത്താവ് വളരെ ആത്മാർത്ഥമായിട്ട് വിശ്വാസികളാകുന്ന നമ്മോട് പറയാണ്, നമ്മൾ എത്ര ഞാൻ പ്രസംഗിക്കുമ്പോഴും, നിങ്ങൾ പ്രസംഗം കേൾക്കുമ്പോഴും, നിങ്ങൾ പഠിപ്പിക്കുമ്പോഴും, നിങ്ങൾ വായിക്കുമ്പോഴും യേശുക്രിസ്തു നമ്മോട് വളരെ മന്ദമായി സൗമ്യമായി നമ്മുടെ ഹൃദയത്തോടെ ഇടപെട്ട് പറയുന്ന വാക്കിതാണ്, എന്നെ നിങ്ങളൊന്ന് അറിഞ്ഞെങ്കിൽ. അറിഞ്ഞ എന്താ ഉണ്ടാവുകയെന്ന് ഞാൻ പറയാൻ പോണേ കേട്ടോ, അടുത്ത ഭാഗങ്ങളിലേക്ക് പോകുന്നത്. എന്നെ നിങ്ങൾ അറിയണം, യേശുക്രിസ്തുവിനെ നിങ്ങൾ അറിയണം. അപ്പൊ അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 11:28 മുതൽ എന്താ നാം വായിക്കുന്നത്? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായി ഏവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരികയും, എൻ്റെ നുകം ലഘുവും എൻ്റെ ചുവട് എൻ്റെ മൃദുവാകുന്നു. അതുകൊണ്ട് എൻ്റെ അടുക്കൽ വരികയും എന്നോട് പഠിപ്പി. എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പി. യേശുക്രിസ്തുവിനോട് പഠിക്കുക. അർത്ഥാൽ ഇത്രയേ ഉള്ളൂ, യേശുക്രിസ്തുവിനെ പഠിക്കുക. അപ്പോൾ എന്നെ അറിയുക, യേശുക്രിസ്തുവിനെ അറിയുവാനുള്ള ആഹ്വാനമാണ് യേശുക്രിസ്തു ഈ വാക്യത്തിലൂടെ നമ്മോട് പറയുന്നത്. അപ്പോൾ അറിയുക എന്ന് പറഞ്ഞാൽ പഠിക്കണമെങ്കിൽ, കർത്താവായ യേശുക്രിസ്തുവിനെ നാം പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അടുത്തത്. യേശുക്രിസ്തുവിനെ വ്യക്തമായി, ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, യേശുക്രിസ്തുവിനെ വ്യക്തമായി പേഴ്സണലായിട്ട് അവൻ്റെ ദൈവത്വത്തെയും അവൻ്റെ മനുഷ്യത്വത്തെയും യേശുക്രിസ്തു ആരാണെന്നും പഠിക്കാത്തൊരു വ്യക്തിക്ക് ഈ വഴിയിലൂടെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് യാത്ര ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. അവൻ യാത്ര ചെയ്യുന്നവനായിരിക്കും, പക്ഷേ അവൻ യാത്ര ചെയ്യുകയാണെങ്കിൽ പോലും അവനിൽ നിന്ന് ഈ ജീവൻ്റെ യാതൊരു അംശവും ഈ ലോകത്തിലുണ്ടാകുകയില്ല. അപ്പോൾ ഈ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകുവാൻ ഈ വഴിയിലേക്ക് പ്രവേശിച്ചവരായ നാം ഓരോരുത്തരും യാത്ര ചെയ്യുമ്പോൾ നമ്മിൽ നിന്ന് ഈ ലോകത്തിൽ ദൈവത്തിന് നമ്മിലൂടെ ഫലം ഉളവാകേണ്ടതിന്, അതാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ തന്നെ ജീവനാകുന്നു. ഈ ജീവന്റെ വെളിച്ചം നമ്മിലൂടെ പുറം ലോകം കാണണം, നമ്മിലൂടെ യേശുക്രിസ്തുവിനെ ലോകം കാണണം. അങ്ങനെ കാണണമെങ്കിൽ യേശുക്രിസ്തുവിനെ നാം അറിയണം, യേശുക്രിസ്തുവിനെ നാം പഠിക്കണം. അതിന് നാം എന്ത് ചെയ്യണം? അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ യേശുക്രിസ്തുവിനെ പഠിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? നമ്മുടെ പ്രസംഗങ്ങളിലെല്ലാം യേശുക്രിസ്തു ഉണ്ട്, നമ്മുടെ ബൈബിൾ ക്ലാസ്സുകളിലെല്ലാം യേശുക്രിസ്തു ഉണ്ട്. എന്നാൽ ഞാനിങ്ങനെ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നാം ഈ യേശുക്രിസ്തുവിനെ സസൂക്ഷ്മം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നാം രക്ഷിക്കപ്പെട്ടിട്ട് ഇത്ര കാലമായില്ലേ? നാം ഈ വഴിയിലേക്ക് പ്രവേശിച്ചിട്ട് ഇത്ര കാലമായില്ലേ? യേശുക്രിസ്തു എന്ന വ്യക്തിത്വത്തെ നാം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 1 വായിച്ചു നോക്കിയാൽ, എന്തായാലും എല്ലാ വാക്യം വായിക്കാതിരുന്ന പറ്റില്ല. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 1 വായിച്ചു നോക്കാം. അവിടെ ഒരു കാര്യം രേഖപ്പെടുത്തി, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? എബ്രായ ക്രിസ്ത്യാനികളോട് പറയുകയാണ്, യേശുക്രിസ്തുവിനെ നിങ്ങൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? സൗരസൗരന്മാരെ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? ഇതെന്തുകൊണ്ടാണ് അവരോട് പറയാൻ കാരണമെന്നറിയോ? അവർ എവിടേക്കാണ് നോക്കിയെന്നറിയോ? കുറേ കാലഘട്ടം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അവർ നോക്കിയത് യെരുശലേം ദേവാലയത്തിലേക്ക് നോക്കി.
അവിടെ നടക്കുന്ന ആരാധന കണ്ടു, അവിടെയുള്ള പുരോഹിതന്മാരെ കണ്ടു. ഇതെല്ലാം കണ്ടപ്പോൾ ഇവർ നോക്കിയപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഒന്നുമില്ല, പുരോഹിതനില്ല, ഇവിടെ പുകപടലങ്ങളില്ല, യാഗമില്ല, ഒന്നുമില്ല. ഇതെല്ലാം കണ്ടപ്പോൾ ഇവരുടെ മനസ്സ് മടുത്ത് ചിലർ വിശ്വാസം ത്യജിച്ച് അവിശ്വാസമുള്ള ഹൃദയവുമായിട്ട് പോകാൻ തുടങ്ങി, പിന്മാറി പോകാൻ തുടങ്ങി. അപ്പോൾ അവരെ ശക്തീകരിക്കുവാൻ വേണ്ടിയാണ് എബ്രായ ലേഖനം എഴുതിയിരിക്കുന്നത്. ആ എബ്രായ ലേഖനത്തിൽ യേശുക്രിസ്തുവിനെ വ്യക്തമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കണം നാം. 1, 2, 3, 4, 5, 6, 7 അധ്യായത്തിലൊക്കെ പരിശോധിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത പറഞ്ഞു വന്നിട്ട് അവൻ വലിയ പ്രവാചകനാണ്, മോശ കാണിച്ചു തന്ന അതേ പ്രവാചകനാണ്, അവൻ അപ്പോസ്തലനാണ്, അവൻ മഹാപുരോഹിതനാണ്, ഈ കാര്യമൊക്കെയാണ് പറഞ്ഞു വരുന്നത്. ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ അങ്ങോട്ട് നോക്കുന്നതിന് പകരം നിങ്ങൾ യേശുക്രിസ്തുവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അങ്ങനെ യേശുക്രിസ്തുവിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് യേശുക്രിസ്തുവിൽ നിന്ന് ചില യാഥാർത്ഥ്യങ്ങളെ കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് നിങ്ങൾ ക്രിസ്തുവിനെ ശ്രദ്ധിച്ച് നോക്കുക. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, എന്നെ നിങ്ങൾ അറിയണം. നാം കർത്താവായ യേശുക്രിസ്തുവിനെ അറിയണമെങ്കിൽ, ഈ സത്യം ഗ്രഹിക്കണമെങ്കിൽ, ഈ യാഥാർത്ഥ്യത്തിലൂടെ നാം യാത്ര ചെയ്യണമെങ്കിൽ, ഈ വെളിച്ചം നമ്മിൽ നിന്ന് പുറത്തേക്ക് വരണമെങ്കിൽ നാം ഈ സത്യം ഗ്രഹിക്കണം. സത്യം ഗ്രഹിക്കണമെങ്കിൽ ഈ ബൈബിൾ അവതരിപ്പിക്കുന്ന സത്യമാകുന്ന യേശുക്രിസ്തുവിനെ നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചു നോക്കണം. യേശുക്രിസ്തുവിനെ നമുക്ക് പഠിക്കുവാൻ വേണ്ടിയാണ് ഞാൻ പറയട്ടെ, ഈ സുവിശേഷങ്ങൾ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത്. നാം എത്രത്തോളം ഈ സുവിശേഷങ്ങൾ വായിക്കുന്നുണ്ട്, എത്രത്തോളം യേശു ക്രിസ്തുവിനോടുകൂടെ യാത്ര ചെയ്യുന്നുണ്ട്, എത്രത്തോളം യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ നാം ശ്രദ്ധിക്കുന്നുണ്ട്, എത്രത്തോളം നാം യേശു ക്രിസ്തുവിൻ്റെ പ്രവർത്തന ശൈലികളെ മനസ്സിലാക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം യേശു ക്രിസ്തുവിനെ കുറിച്ച് എത്രത്തോളം പഠിപ്പിച്ച് കേൾക്കുന്നുണ്ട്. ഞാനിങ്ങനെ പറയട്ടെ, ഇവിടുത്തെ അക്രൈസ്തവരുടെ പള്ളികളും പെരുന്നാളുകളും എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു സ്ഥലത്ത് പോലും യേശു ക്രിസ്തുവിൻ്റെ ഒരു നാമത്തിലൊരു പള്ളിയോ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള കാര്യങ്ങളോ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒന്നുമില്ല, ബാക്കി എല്ലാവരുടെയും നാമത്തിലാണ് എല്ലാം നടക്കുന്നത്. ഈ നമ്മുടെ സ്ഥിതി ഇപ്പം എന്താണെന്നറിയാം? യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒന്നുമില്ല. നമ്മുടെ സ്ഥിതികളെല്ലാം മാറി. നാം മാറ്റങ്ങളിലേക്ക് വരണം. അതിനുവേണ്ടി ഇത് പറയുന്നത്, ഇവിടുന്ന് മാറണം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ പേരില്ല നമ്മുടെ കൂടിവരവുകളിൽ. നമ്മുടെ കൂടിവരവുകളിൽ മുഴങ്ങിക്കേൾക്കുന്നത് പഴയ നിയമത്തിലെ കഥാപാത്രങ്ങളുടെ പേരുകളാണ്. വേണ്ട എന്നല്ല, അഭിപ്രായക്കാരനല്ല ഞാൻ, വേണം. പക്ഷെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പഠനം നമ്മുടെ ഇടയിൽ കുറഞ്ഞു വരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ, ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ, അബ്രാഹാമിനെ കുറിച്ച് പഠിക്കുന്നു, ഇസഹാക്കിനെ കുറിച്ച് പഠിക്കുന്നു, യാക്കോബിനെ. ഇതൊക്കെ നല്ലതാണ്. അവരുടെ കഥകളും സ്റ്റോറികളും ചരിത്രങ്ങളും മാത്രമാണ് അവരുടെ മനസ്സിൽ കയറിയിരിക്കുന്നത്. ദാവീദിനെ കുറിച്ച് ചോദിച്ചാൽ അവരോട് പറയും, യോസെഫിനെ കുറിച്ച് ചോദിച്ചാൽ അവരോട് പറയും. ഞാൻ പറയട്ടെ, യേശുക്രിസ്തുവിനെ കുറിച്ച് അവരോട് ചോദിക്കുക. ഞാൻ ഒരു ചെറിയ ചോദ്യം, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ചോദ്യം ചോദിച്ചു, ബിജു ചോദിച്ചു ഇങ്ങനത്തെ ഒരു മനുഷ്യനാണെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല, ഈ മനുഷ്യൻ എന്ത് മനുഷ്യൻ, അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത്. ഞാനൊരു ചെറിയ ചോദ്യം, യേശുക്രിസ്തു ദൈവമാണെന്ന് നമുക്ക് പറയാൻ കഴിയുന്ന, അറിയുന്ന ഒരു വാക്യം സഹോദരിമാരെ നിങ്ങളൊന്ന് പറയണം. യേശുക്രിസ്തു ദൈവമാണെന്ന് ബൈബിൾ പറയുന്ന ഒരു വാക്യം നിങ്ങൾ തീർച്ചയായിട്ടും പറയണം. നിങ്ങൾ ആ വാക്യത്തിൻ്റെ അഡ്രസ്സ് ഒന്ന് പറയണം. അറിയുന്ന സഹോദരി ഒന്ന് കൈ പൊക്കിയിട്ട് ഒന്ന് അറിയാം. നിങ്ങളെ കൊച്ചാക്കാനല്ല, ഞാനൊരു കാര്യം തെളിയിക്കാൻ വേണ്ടിയാണ്. യേശുക്രിസ്തു ദൈവമാണ്. സഹോദരന്മാരെ, ഇവിടെ ഞാൻ കുഞ്ഞുങ്ങളോടാണ് ഈ ചോദ്യം ചോദിക്കാറ്. നമ്മളെല്ലാവരും ആവോളം പറയുമല്ലോ, നമ്മൾ ഭയങ്കര സംഭവമാണ്. യേശുക്രിസ്തു ദൈവമാണെന്നുള്ള ഒരു വാക്യം 3, 4, 5, 6 വലിയ 2 വയസ്സുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്കറിയുമോ എന്നാണ് മാതാപിതാക്കൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അവർ എഞ്ചിനീയർ ആകുന്നതിനേക്കാൾ, അവർ ഡോക്ടർ ആകുന്നതിനേക്കാൾ, പ്രിയപ്പെട്ടവരെ, അവർ ഈ ലോകത്തിലെ സാമ്പത്തികം വാരിക്കൂട്ടുന്നതിനേക്കാൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് യേശുക്രിസ്തുവിനെ കുറിച്ച് എന്തറിയാം എന്നുള്ളതാണ് നാം ആദ്യം ചിന്തിക്കേണ്ടത്. എനിക്ക് സത്യത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഞാൻ ആവേശഭരിതനാണ്. നിങ്ങൾക്കറിയോ, എൻ്റെ കുരുന്നു മനസ്സിലേക്ക് ആദ്യം എടുത്തിട്ട് തന്നത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയായിരുന്നു. ആദ്യം എടുത്തിട്ട് തന്നത്, എൻ്റെ ചങ്കിൽ കോറിയിട്ടത്, എൻ്റെ ഹൃദയത്തിൽ ഞാൻ കോറിയിട്ടത് നിങ്ങൾക്കറിയയില്ല പ്രിയപ്പെട്ടവരെ. അതാണ് ഞാൻ ആദ്യം വായിച്ച പുസ്തകം. ഞാൻ പരിചയപ്പെട്ട നേതാക്കന്മാർ, അവരെ ഞാൻ നെഞ്ചിലേറ്റി. അവർക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ പറയട്ടെ, അവർക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ കരുത്താർജിച്ച കൈകളും ഉറച്ച തീരുമാനങ്ങളുമായി ഇറങ്ങിത്തിരിച്ച സുഹൃത്തുക്കളും ഞാനും ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഏറെ വിശദീകരിക്കുന്നില്ല, ഈ യന്ത്രം എൻ്റെ മുമ്പിലിരിക്കുന്നതുകൊണ്ട്.
പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ലൈവ്, ഇത് മറ്റൊരുത്തം കേൾക്കുന്നതാണ്. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ എന്നെയല്ലല്ലോ ഉയർത്തേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് യേശുക്രിസ്തു മഹാദൈവമെന്നും സർവത്തിനും മീതെ ദൈവമെന്നും യേശുക്രിസ്തു മാത്രം ദൈവമെന്നും പറയപ്പെടുന്ന വേദവാക്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കറിയില്ല. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അബ്രാഹാമിൻ്റെ കാര്യം അറിയാം, യാക്കോബിൻ്റെ കാര്യം അറിയാം, ഇസഹാക്കിൻ്റെ കാര്യം അറിയാം. നമ്മുടെ സഭയുടെ മൂല്യച്യുതി അതാണ്. അതുകൊണ്ട് നമ്മുടെ തലമുറ മറ്റു പല പ്രസ്ഥാനങ്ങളിലേക്ക് ചേക്കേറുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ആർഭാടമായ സഭകൾ. ഈ സഭയൊന്നും ഇപ്പോൾ ശരിയല്ല എന്ന് പറയണേ. വേറെ സഭകളുണ്ട്, അവിടേക്ക് പോയ എന്താ കാരണം? യേശുക്രിസ്തു എന്ന വ്യക്തിത്വത്തെ വ്യക്തമായി മനസ്സിലാക്കാത്തത് കൊണ്ട് അപ്പോസ്തോലിക ഉപദേശം ഇപ്പൊ ശരിയല്ല എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഉപദേശം എന്തല്ലാന്ന് പറയുന്നത്? നമ്മൾ പഠിപ്പിക്കുന്ന അപ്പോസ്തലന്മാർ നമുക്ക് കൈമാറി തന്നിരിക്കുന്ന, ഇനി ഒന്നും കൂട്ടിച്ചേർക്കാത്ത, എല്ലാം കൂട്ടിച്ചേർത്ത് എല്ലാം ഒരുക്കി തന്നിരിക്കുന്ന സർവ്വതും തികഞ്ഞ അപ്പോസ്തലന്മാരുടെ ഉപദേശം ശരിയല്ല എന്നാണ് ഇപ്പോഴത്തെ തലമുറ പറയണത്. വേറെ വേറെ ചർച്ചകളുണ്ട്, ന്യൂ ജനറേഷൻ ചർച്ചകൾ. അവിടേക്ക് ചേക്കേറുക. അതിൻ്റെ പ്രധാന കാരണം യേശുക്രിസ്തുവായിട്ട് ഒരെണ്ണത്തിന് പുലബന്ധമില്ല, ഒരാൾക്കും ബന്ധമില്ല. ബന്ധം മുഴുവൻ മറ്റു പല കാര്യങ്ങളുമാണ്. അപ്പം യേശുക്രിസ്തു പറയാം, എബ്രായ ലേഖന കാര്യം പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുവിൻ. നമ്മൾ ശ്രദ്ധിച്ചു നോക്കുന്നത് എവിടേക്കാണ്? ഈ ലോകത്തിലേക്കാണ്. നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസ കാര്യമല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചു നോക്കാറ്? കല്യാണക്കാര്യമല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചു നോക്കാറ്? വേണ്ട എന്നല്ല. വീടിൻ്റെ കാര്യമല്ലേ, പണിയുടെ കാര്യമല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചു നോക്കാറ്? നമ്മുടെ ഈ ഭൂമിയിലെ ആവശ്യങ്ങളിൽ മേലല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാറ്? നമ്മൾ യേശുക്രിസ്തുവിനെ ശ്രദ്ധിക്കാറുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ച് എത്രത്തോളം പഠിക്കുന്നുണ്ടെന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കാറുണ്ടോ? വഴി തെറ്റിപ്പോയിട്ട് കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമയായി വിവാഹം കഴിച്ച് ആ കോലാഹലങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ കൗൺസിലിംഗ് സെന്ററുകളിലേക്ക് വിട്ട് ദൈവദാസന്മാർ ഇഞ്ചക്ഷൻ കുത്തിവെക്കുന്നത് പോലെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ എത്ര കൗൺസിലിംഗ് ചെയ്താലും ഒരെണ്ണത്തിന് മാറ്റം വരികയില്ല. പ്രിയപ്പെട്ടവരെ, വളരെ ദുഃഖം കൊണ്ടാണ് ഞാൻ പറയുന്നത്. നാം അവരുടെ ചെറുപ്രായത്തിൽ തന്നെ യേശുക്രിസ്തു എന്ന വ്യക്തിത്വത്തെ അവരുടെ ഹൃദയത്തിൽ നിറയ്ക്കണം. അത് അവരുടെ ഹൃദയത്തിൽ വളരണം. യേശുക്രിസ്തുവായിട്ട് അവർക്ക് ബന്ധമുണ്ടാകണം. ശരി, എബ്രായ ലേഖനകാരൻ പറയാണ്, എങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. അപ്പൊ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി യേശുക്രിസ്തുവിനെ കാണുവാനായിട്ട് കഴിയും. മൂന്ന് കാര്യം. എന്താണ് യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലെ മറ്റുള്ളവരിൽ നിന്ന് ബൈബിൾ അവതരിപ്പിച്ചിരിക്കുന്ന അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ദാനിയേല്, യോസേഫ്, മറ്റുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തത എന്താണ് യേശുക്രിസ്തുവിന്? നിരവധി വ്യത്യസ്തത ബൈബിൾ പറയുന്നുണ്ട്, നിരവധി വ്യത്യസ്തത. അതെല്ലാം പറയാൻ എനിക്ക് സമയമില്ല, അവിടേക്ക് ഒന്നും പോകുന്നില്ല. മൂന്ന് കാര്യം. ഞാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ യേശുക്രിസ്തുവിലേക്ക് അവരെ ഫോക്കസ് ചെയ്താൽ, യേശുക്രിസ്തുവിലേക്ക് ശ്രദ്ധിച്ചാൽ, യേശുക്രിസ്തുവിനെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ, യേശുക്രിസ്തുവിനെ മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ, മനസ്സിലാക്കിക്കുവാൻ വേണ്ടി നാം അവരുടെ ശ്രദ്ധ തിരിച്ചാൽ, പഠിപ്പിക്കുവാൻ ആരംഭിച്ചാൽ, പ്രിയപ്പെട്ടവരെ, 3 പ്രത്യേകത യേശുക്രിസ്തുവിൽ ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. ഒന്നാമത്തെ പ്രത്യേകത, ഒരുപാട് വാക്യങ്ങളുണ്ട്, ഒറ്റ വാക്യം നമുക്കറിയാം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. അവിടെ എന്താ വായിക്കുന്നത്? നിങ്ങൾക്ക് കാണാതെ അറിയുന്ന വാക്യമാണല്ലോ. എന്താണ്? അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. വഴിയിലിരിക്കുന്ന ഏകജാതന പുത്രൻ അവനെ വെളിപ്പെടുത്തി. ദൈവത്തെ, യോഹന്നാന്റെ സുവിശേഷം 1:18 ഇതിനോട് അനുബന്ധമായിട്ട് ചിന്തിക്കേണ്ട വാക്യങ്ങളാണ്. യേശുക്രിസ്തുവാണ് ദൈവത്തെ ലോകത്തിൽ വെളിപ്പെടുത്തിയത്. യേശുക്രിസ്തു സമ്പൂർണ്ണ ദൈവമാണെന്നാണ് ബൈബിൾ അവതരിപ്പിക്കുന്നത്. നിരവധി വാക്യങ്ങളാണ്. യേശുക്രിസ്തു തൻ്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ തൻ്റെ നിത്യ അസ്തിത്വത്തെ വെളിപ്പെടുത്തി. യേശുക്രിസ്തു ജനിച്ചപ്പോൾ ഉണ്ടായവനല്ല. അതാണ് പറഞ്ഞു വരുന്നതിൻ്റെ സാരം. അബ്രാഹാം ജനിച്ചപ്പോൾ ഉണ്ടായവനാണ്. ബൈബിളിലെ എല്ലാ കഥാപാത്രങ്ങളും ജനിച്ചപ്പോൾ ഉണ്ടായവരാണ്. അവർക്കൊരു പൂർവ്വ അസ്തിത്വമില്ല. അത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് അവരെയല്ല നാം വാനോളം പുകഴ്ത്തേണ്ടത്. അവരിൽ നിന്ന് ചില മാതൃകാപരമായ കാര്യങ്ങളെ നാം അടർത്തിയെടുക്കണം, നമുക്ക് കൊള്ളാം. പക്ഷെ അവരെയല്ല നാം പുകഴ്ത്തേണ്ടത്. അവരിലേക്കല്ല നമ്മുടെ കുഞ്ഞുങ്ങളെ നാം തിരിയേണ്ടത്. പൂർവ്വ അസ്തിത്വമുള്ള കർത്താവായ യേശുക്രിസ്തു, അവനിലേക്കാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അവനെക്കുറിച്ച് നമുക്ക് എന്തറിയാം? നമുക്ക് നമ്മുടെ മക്കളെ കുറിച്ചറിയാം, വീടിനെ കുറിച്ചറിയാം, നാടിനെ കുറിച്ചറിയാം, ഈ ലോകത്തെ കുറിച്ചറിയാം. അടുത്ത സഹോദരിയുടെ എല്ലാ വിശേഷവും മറ്റേ സഹോദരിക്ക് അറിയാം. ഈ സഹോദരന്റെ വിശേഷം മറ്റേ സഹോദരനെ അറിയാം. ആ സഹോദരൻ അറിയാത്തത് പോലും ഈ സഹോദരൻ അറിയാം. അങ്ങനത്തെ അറിവുകളൊക്കെ നമുക്കുണ്ട്, അല്ലേ? യേശുക്രിസ്തുവിനെ ഈ വഴിയിലേക്ക് കയറിയല്ലോ, രക്ഷിക്കപ്പെട്ടപ്പോൾ അന്ന് കണ്ടു. എങ്ങനെ കണ്ടെന്നറിയോ? ഉപദേശി പറഞ്ഞു ക്രൂശിൽ കിടന്നു. അന്ന് കണ്ടതാ. ഇന്നും അവൻ പ്രാർത്ഥിക്കുമ്പോഴും സ്തോത്രം ചെയ്യുമ്പോഴും ഈ വാക്ക് മാത്രം ഉപയോഗിക്കുള്ളൂ. വേറെ
മറിച്ച് പറയാൻ അവൻ പരിശോധിക്കുന്നില്ല, അവനറിയില്ല. നീ എന്നെ രക്ഷിച്ചു, ആ ഓക്കെ. നീ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എന്താ ഉണ്ടാവുകയെന്നറിയോ? ഓ ഇതായിരുന്നു യേശു ക്രിസ്തു, ഓ കൊള്ളാട്ടോ, ഇദ്ദേഹമാണല്ലോ ഞങ്ങളെ രക്ഷിച്ചേ, ഓഹോ കൊള്ളാം. അതും ഈ നമ്മൾ പറഞ്ഞ പോലെ കേൾക്കേണ്ട സ്ഥിതിയിലേക്കാണ് പോകണേ അല്ലേ? യേശു ക്രിസ്തുവായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത തലമുറയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ നിത്യ അസ്തിത്വത്തെ, അത് ഒന്നാമത്തെ കാര്യം, യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നമ്മുടെ കുഞ്ഞുങ്ങൾ നാം പഠിക്കണം. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ 13 മുതൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. കർത്താവ് ശിഷ്യന്മാരോട് എന്താ ചോദിച്ചേ? ഈ ജനം എന്നെക്കുറിച്ച് എന്തു പറയും? അപ്പം അവരെന്താ പറഞ്ഞു? ചിലർ പറഞ്ഞു യിരെമ്യാവെന്ന് പറഞ്ഞു, ചിലർ പറഞ്ഞു മോശ പറഞ്ഞ പ്രവാചകനാണ്, ചിലർ പറഞ്ഞു യെശയ്യാവാന്ന് പറഞ്ഞു, ചിലർ ഏലിയാവാന്ന് പറഞ്ഞു, ചിലർ സ്നാപക യോഹന്നാനാണെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് അവരോട് ചോദിച്ചു, നിങ്ങളെന്നെ ആരെന്ന് പറയുന്നു? നിങ്ങളെന്നെ അവിടെ വായിച്ചാൽ മതി, 13 മുതൽ വായിച്ചാൽ മതി, ഞാൻ വായിക്കുന്നില്ല സമയമില്ലാത്തതുകൊണ്ട്. നിങ്ങളെന്നെ ആരെന്ന് പറയും? അപ്പോൾ അവരെന്താ മറുപടി പറഞ്ഞേ? നീ ജീവനുള്ള ദൈവത്തിൻ്റെ, വന്ധ്യനായ ദൈവത്തിൻ്റെ, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഇത് അവർക്ക് മനസ്സിലായത് എങ്ങനെയാണ്? മനസ്സിലായത്? ഞാൻ പിന്നാലെ വിശദീകരിക്കാം. ഇതവർക്ക് മനസ്സിലായത് അതിൻ്റെ 17-ാം വാക്യത്തിൽ പറഞ്ഞു, പിതാവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. പിതാവ് പത്രോസേ, ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവ് അത്ര നിനക്കിത് വെളിപ്പെടുത്ത്. ഞാൻ ഇങ്ങനെ പറയട്ടെ പ്രിയപ്പെട്ടവരെ, എങ്ങനെ വെളിപ്പെടുത്തും എന്നൊക്കെ ഞാൻ പറയാം. ഇതെല്ലാം നമുക്കും വെളിപ്പെടുത്തി തരും. നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുത്തിരുന്നെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രാണൻ പോയാലും ഈ നിക്കസാരകൾ നിറഞ്ഞേനെ. എൻ്റെ സഭയിലും നിങ്ങളുടെ സഭയിലും, ഏത് സഭയിലും പ്രാണൻ പോയാലും ഈ യേശു ക്രിസ്തുവിനെ പഠിക്കുവാൻ അവർ ഊട്ടി വന്നേനെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ച് പുലബന്ധമില്ല. യേശു ക്രിസ്തുവിനെ കുറിച്ച് ആരും പഠിപ്പിക്കുന്നില്ല. കൺവെൻഷനുകൾ അവർക്ക് ഉത്സവമാണ്. ബൈബിൾ ക്ലാസ്സുകൾക്ക് അവർ നേരം പോക്കായി മാറും. നമ്മുടെ സഭയിലെ സൺഡേ സ്കൂളുകൾ വളരണം. നമ്മുടെ സഭയിലെ സൺഡേ സ്കൂളുകളിൽ നാം എല്ലാവരും പഠിപ്പിക്കേണ്ടത് യേശു ക്രിസ്തുവിനെയാണ്. നമ്മുടെ പാഠം യേശു ക്രിസ്തുവാണ്. അത് പറയാണ് യോഹന്നാന്റെ സുവിശേഷം 14-ന്റെ 1-ാം വാക്യം. അവിടെ കർത്താവ് ഒരു കാര്യം വെളിപ്പെടുത്തി, എൻ്റെ പിതാവിൻ്റെ ഭവനം. നിങ്ങൾ മനസ്സിലായോ? ഒരു നിത്യതയുണ്ടെന്ന് ലോകത്തിൽ വെളിപ്പെടുത്തിയവൻ യേശു ക്രിസ്തുവാണ്. ഞാൻ നിത്യനായ ദൈവമാണെന്നാണ് യേശു ക്രിസ്തു വെളിപ്പെടുത്തിയത് തൻ്റെ നിത്യാസ്തിത്വം കൊണ്ട്. ഞാൻ ഓടിച്ച് പറഞ്ഞു പോവുകയാണ്, നിങ്ങൾ ചിന്തിച്ചോളാം. രണ്ടാമത്തെ കാര്യമാണ്, എൻ്റെ പിതാവിൻ്റെ ഭവനം, ഒരു നിത്യതയുണ്ട് എന്ന് സ്വർഗത്തിലെ ദൈവം താൻ വെളിപ്പെടുത്തി. അതിന് എന്താ വെളിപ്പെടുത്തിയതിന് തെളിവ് കർത്താവ് പറഞ്ഞു. യോഹന്നാൻ 3:13 പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ. അബ്രഹാം അത് പറഞ്ഞിട്ടില്ല. ബൈബിളിലെ ഒരു കഥാപാത്രവും പറഞ്ഞിട്ടില്ല. നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കൊള്ളുക. അല്പം വെല്ലുവിളിയോടുകൂടെ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരാളും പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കണം. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. 6:38 യോഹന്നാൻ, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. 41-ാം വാക്യം 6-ന്റെ, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ. 51, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം നിങ്ങൾ പരിശോധിച്ചാൽ മതി. ഇത് നിത്യതയെ കുറിച്ച് അവബോധം നൽകുന്ന വാക്യമാണ്. ക്രിസ്തു നിത്യതയെ വെളിപ്പെടുത്തി. വാക്യം ഇതെല്ലാം താക്കോലാണ്, നിങ്ങൾക്ക് തുറന്നു കയറാം. നിത്യതയെക്കുറിച്ച് കർത്താവ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല, കാരണം സമയത്തിന്റെ അപര്യാപ്തത ഉണ്ട്. അപ്പൊ നിത്യതയെക്കുറിച്ച് യേശു ക്രിസ്തു വെളിപ്പെടുത്തി. ഇത് നാം മനസ്സിലാവും. അപ്പൊ യേശു ക്രിസ്തുവിനെ പഠിക്കാൻ ശ്രമിച്ചാൽ ഒന്ന് നിത്യാസ്തിത്വം മനസ്സിലാകും, യേശു ക്രിസ്തുവിന്റെ ദൈവത്വം മനസ്സിലാകും. നമുക്ക് എന്തറിയാം? യേശു ക്രിസ്തു ദൈവമാണെന്ന് ചാടിപ്പറയാൻ പറ്റുന്ന ഒരു വാക്യം കാണാതെ അറിയാൻ നമുക്ക് കഴിയുമോ? ഇന്ന് ഈ കേരളക്കരയിലുള്ള ബ്രദറൻ പ്രസ്ഥാനത്തിലെ സർവ്വ സഹോദരി സഹോദരന്മാരും പഠിച്ചു വെക്കേണ്ട വാക്യമാണ് തീത്തോസ് 2:12. എന്താ പറഞ്ഞ? അവൻ മഹാദൈവം. റോമർ 9:5. അവൻ സർവ്വത്തിനും മീതെ ദൈവം. യോഹന്നാൻ 1 യോഹന്നാൻ 5:19-20. എന്താ പറഞ്ഞ? അവൻ സത്യദൈവവും നിത്യജീവനും. ഈ 3 വാക്യമെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ ഉറക്കത്തിലെങ്കിലും അവർ പറയുവാൻ പഠിപ്പിക്കണം. പ്രിയ മാതാപിതാക്കളെ, നാം പഠിച്ചിരിക്കണം, കാണാതെയെങ്കിലും. കാരണം അത് അവരുടെ ജീവന്റെ വചനമാണ്, അത് പ്രകാശിക്കും. നമ്മുടെ മക്കളെ അങ്ങനെ ട്രെയിൻ ചെയ്യണം. നാം അങ്ങനെ യേശു ക്രിസ്തുവിലേക്ക് തിരിയണം. നിത്യതയെ വെളിപ്പെടുത്തി. മൂന്നാമത്തെ കാര്യം ഓടിച്ചു പറയാം. മൂന്നാമത്തെ കാര്യം യോഹന്നാൻ 11:25 യേശു ക്രിസ്തു ലാസറിന്റെ കല്ലറയിലേക്ക് നടക്കുമ്പോൾ പറഞ്ഞ വാക്കാണ്, ഞാൻ തന്നെ ജീവനും പുനരുത്ഥാനവുമാകും എന്ന് പറഞ്ഞാൽ അത് ഏറെ വിശദീകരിക്കണം. ഞാൻ ഓടിച്ചു പറഞ്ഞു പോവുകയാണ്. പുനരുത്ഥാനം എന്നുള്ളത് കാണിച്ചു കൊടുത്തവനാണ് യേശു ക്രിസ്തു. പറയുക മാത്രമല്ല, എന്ന് പറഞ്ഞാൽ മരിച്ച മനുഷ്യരെ ഉണർത്തി ജീവിപ്പിക്കുവാൻ ഞാൻ ശക്തനാണ്. നൈൻ പട്ടണത്തിലെ വിധവിയുടെ മകന്റെ ശവശരീരം കടന്നു വരുമ്പോൾ താൻ ആ മഞ്ചത്തിലൊന്ന് തൊട്ടു. എന്താണ് സംഭവിച്ചത്? ജീവന്റെ മേൽ അധികാരമുള്ളവൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു.
യായിറോസിന്റെ മകളെ അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അടുത്തത് ലാസറിന്റെ കല്ലറയിൽ മരിച്ച് നാറ്റം വെച്ച ലാസറിനെ വിളിച്ചു പുറത്തു വരുത്തി. ഇതെല്ലാം കാണിച്ചത് എന്താണ്? ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്ന് തെളിയിച്ചു. പക്ഷേ ആ വാക്കുകൾ കൊണ്ട് മാത്രമല്ല, ജീവിച്ചവരെല്ലാം മരിച്ചു. ജീവിച്ചവരെല്ലാം, ലാസറും മരിച്ചു, യായിറോസിന്റെ മകളും മരിച്ചു, പിന്നെ ആരും മരിച്ചു? നൈൻ പട്ടണത്തിലെ വിധവയുടെ മകനും മരിച്ചു. പക്ഷേ പിന്നീട് ഒരു വ്യക്തി മരിച്ചു. അതാരാണ്? കർത്താവായ യേശു ക്രിസ്തു. പക്ഷെ താൻ പറഞ്ഞു, ഞാൻ തന്നെ ജീവനും പുനരുദ്ധാനമാകുന്നു. താൻ മരണം കൊണ്ട് തോൽപ്പിച്ചു ഉയർത്തെഴുന്നേറ്റു. അതാണ് പുനരുദ്ധാനം. അപ്പൊ യേശു ക്രിസ്തു പുനരുദ്ധാനമാണ്. ഒരു നല്ല പുനരുദ്ധാനം നമുക്കുണ്ടെന്നും, ഒന്ന്, യേശു ക്രിസ്തു നിത്യാസ്തിത്വമുള്ള ദൈവമാണെന്ന് മനസ്സിലാക്കണം. രണ്ട്, നിത്യതയെക്കുറിച്ച് മനസ്സിലാക്കും. മൂന്ന്, നല്ലൊരു പുനരുദ്ധാനത്തെ യേശു ക്രിസ്തു മുഖാന്തരം ലഭിക്കുമെന്നുള്ള അറിവ് നമുക്ക് ലഭിക്കും, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കും. ഇന്ന് പുനരുദ്ധാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്? മരണവീട്ടിൽ മാത്രം കേൾക്കുന്ന വാക്കുകൾ. പ്രിയപ്പെട്ടവരെ, നല്ലൊരു പുനരുദ്ധാനത്തെക്കുറിച്ച്, നാം മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ എന്നുള്ള യാഥാർത്ഥ്യത്തെ മനസ്സിലാകണമെങ്കിൽ യേശു ക്രിസ്തുവിനെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഞാൻ ഇവിടെ പറഞ്ഞത് ഇനി അത് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ള വിഷയത്തിലേക്ക് വരുന്നുള്ളൂ. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചു നോക്കിയാൽ ഒന്ന്, നിത്യ അസ്തിത്വത്തെ കാണുവാനായിട്ട് കഴിയും, താൻ ദൈവമാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. രണ്ട്, തന്നിലൂടെയുള്ള ഒരു നിത്യതയെക്കുറിച്ചുള്ള അവബോധം നമുക്ക് ലഭിക്കും. മൂന്ന്, നല്ലൊരു പുനരുദ്ധാനമുണ്ടെന്നുള്ള അറിവ് നമുക്ക് ലഭിക്കും. ഇനി ഇത് മൂന്നും കിട്ടണമെങ്കിൽ, ഇത് ശിഷ്യന്മാർക്ക് കിട്ടിയത് എങ്ങനെയാണെന്നാണ് ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ഇത് കിട്ടണമെങ്കിൽ ഈ ക്രിസ്തുവിനെ പഠിച്ചാൽ മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. അവർ എങ്ങനെ പഠിച്ചു, നാം എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് വിശദീകരിച്ചത്. വളരെ ലളിതമായിട്ട് യോഹന്നാൻ 1:39 നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1:39, 1-ാം അധ്യായത്തിന്റെ 39-ാം വാക്യത്തിൽ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. അവനവരോട് അവിടെ ഇതാണ് അതിന്റെ ഇതിവൃത്തം പറയാം. പിറ്റന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. അപ്പൊ യോഹന്നാന്റെ 2 ശിഷ്യന്മാർ ചെന്ന കാര്യമാണ് 39 പറയുന്നത്. അവനവരോട് 38 മുതൽ, അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അവർ, റബ്ബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. അവൻ അവരോട്, വന്ന് കാൺമീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വസിക്കുന്നിടം അവർ കണ്ട് അന്ന് അവനോടുകൂടെ പാർത്തു. അപ്പോൾ ഏകദേശം 10 മണി നേരമായിരുന്നു. നോക്കുക, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിത്യാസ്തിത്വത്തെയും അവനിലുള്ള നിത്യതയെക്കുറിച്ചുള്ള അവബോധവും പുനരുദ്ധാനത്തെക്കുറിച്ചും നമുക്കെങ്കിലും മനസ്സിലാകണമെങ്കിൽ ഒന്നാമത്തെ കാര്യം ഇവിടെ ശിഷ്യന്മാർ നമുക്ക് കാണിച്ചു തരികയാണ്, നിങ്ങൾ അവനോടുകൂടെ ഒന്ന് പാർക്കണം. വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ്. ഇവർക്കിത് മനസ്സിലായത് എങ്ങനെയാണ്? ഇവർ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അതെങ്ങനെ മനസ്സിലായേ? അത് ആ വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. എവിടെയാണ്? ഈ യോഹന്നാന്റെ സുവിശേഷം തന്നെ 1-ാം അധ്യായത്തിന്റെ 41-ാം വാക്യം. ഇങ്ങനെ പാർത്തതിന് ശേഷം സംഭവിച്ച കാര്യമാണ്. ആ 2 ശിഷ്യന്മാർ പാർത്തതിന് ശേഷം അന്ത്രയോസും ഇവർ പോകുക, സഹോദരനായ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് അടുത്ത ദിവസം 41-ാം വാക്യം, അവന്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ട് അവനോട്, ഞങ്ങൾ മശികയെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവരാരെ കണ്ടെത്തി? ഇവർ കണ്ടെത്തിയത് എങ്ങനെയാണ്? ലളിതമായി ചിന്തിച്ചു നോക്കുക. കണ്ടെത്തിയത് എങ്ങനെയാണ്? കർത്താവിനോട് ഇവർ ചോദിച്ചു, ഗുരു നീ എവിടെ പാർക്കുന്നു? കർത്താവ് പറഞ്ഞു, കമാൻസി, വന്ന് കാണി, നിങ്ങൾ വന്ന് കാണും. അവർ ചെന്നു, അന്ന് അവനോട് കൂടെ പാർത്തപ്പോഴാണ് ഇവൻ ആരാണെന്ന് ആർക്ക് മനസ്സിലായേ? ആർക്കും പിടിയിട്ടില്ല, ശിഷ്യന്മാർക്ക് മനസ്സിലായത്. അന്ന് മനസ്സിലായതാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ. ഞങ്ങൾ അന്വേഷിക്കുകയാണ്, ഈ ക്രിസ്തുവിനെ അന്വേഷിക്കുകയാണ്, ഞങ്ങൾ മശിഹയെ അന്വേഷിക്കുകയാണ്, ഞങ്ങൾ അവനെ കണ്ടെത്തിയിരിക്കുന്നു. പത്രോസേ, നീ വരണം, ഞങ്ങൾ അവനെ കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു എന്നവരെ പറയിപ്പിക്കുവാനുള്ള ചേതോവികാരമാണ് അവരന്ന് കർത്താവിനോടുകൂടെ പാർത്തു എന്നുള്ളത്. ഇവിടെ നിന്ന് വളരെ വിശാലമായിട്ട് നമുക്ക് ചിന്തിക്കുവാനുള്ള എന്തുമാത്രം കാര്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, നാം ഈ കർത്താവിനെ അവനോടുകൂടെ പാർത്തു, അതുകൊണ്ട് കർത്താവിനെ അവർക്ക് അറിയുവാനായിട്ട് കഴിയും. നാം കർത്താവിനോടുകൂടെ താമസിക്കാറുണ്ടോ? വളരെ ലളിതമായ കാര്യമില്ലേ ഞാൻ പറയുന്നത്, വലിയ ഗഗനമായ വിഷയമൊന്നുമല്ലോ. നാം എത്ര സമയം കർത്താവിനോട് കൂടെ ചെലവഴിക്കുന്നുണ്ട്? നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര സമയം കർത്താവിനോട് കൂടെ ചെലവഴിക്കുന്നുണ്ട്? ഈ ലോകത്തിൽ മറ്റുള്ള എന്തെല്ലാം കാര്യത്തിന് വേണ്ടി, ഈ ലോകത്തിലെ കറൻസിക്ക് വേണ്ടി, ഈ ലോകത്തിലെ അധികാരത്തിന് വേണ്ടി, ഈ ലോകത്തിലെ പ്രൗഢിക്ക് വേണ്ടി, ഈ
ഈ ലോകത്തിലെ ജീവിതത്തിന് വേണ്ടി നാം എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട്, എത്രമാത്രം നാം സമയം ചെലവഴിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാൽ യേശു ക്രിസ്തുവിനോട് കൂടെ നാം സമയം ചെലവഴിക്കാറുണ്ടോ? നമ്മുടെ മക്കൾ സമയം ചെലവഴിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? കൈവിട്ട് പോയിട്ട് വാവിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. കൈവിട്ടു പോയിട്ട് വാവിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൈപ്പിടിയിൽ നിൽക്കുമ്പോൾ അവരെ ഈ ക്രിസ്തുവിനെ അവർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളത് നാം നോക്കണം. നാം ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളത് നാം ചിന്തിക്കണം. ഇസ്രായേലിന് ന്യായപ്രമാണം കൊടുത്തപ്പോൾ ആവർത്തന പുസ്തകം 6-4 അധ്യായങ്ങളിൽ എന്താ വായിക്കുന്നത്? 4-6 അധ്യായങ്ങളിൽ ഇസ്രായേലെ, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ ഏകനാകുന്നു. ഈ യാഥാർത്ഥ്യം നീ എന്ത് ചെയ്യണം? നീ ഇത് നിന്റെ ഹൃദയത്തിലിരിക്കണം. 6-8 മുതൽ വായിച്ചു നോക്കാം. നീ നിന്റെ ദൈവമായ യഹോവയെ നീ സ്നേഹിക്കണം, സേവിക്കണം എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് പറയാണ്, ഈ ന്യായപ്രമാണം നിന്റെ ഹൃദയത്തിലിരിക്കണം. ആദ്യം നീ പഠിക്കണം, പിന്നെ എന്ത് ചെയ്യണം? നിന്റെ മക്കളെ, ഞാൻ വായിക്കണം, ഇതിനോട് അനുബന്ധമായ വാക്യങ്ങളാണ്, ഞാൻ വായിക്കണേ എന്നുള്ളൂ. നിന്റെ മക്കളെ പഠിപ്പിക്കണം, നിന്റെ മക്കളുടെ മക്കളോട് ഉപദേശിക്കണം. നമ്മൾ പഠിപ്പിക്കണ്ട? പ്രിയപ്പെട്ടവരെ, നമ്മുടെ സൺഡേ സ്കൂളുകളിൽ പഠിപ്പിക്കണ്ട? മത്സര ബുദ്ധിയോടുകൂടിയുള്ള പാട്ടുകളും പഠനങ്ങളും നിർത്തിയിട്ട് ജീവൻ തുടിക്കുന്ന ക്രിസ്തുവിനോടുള്ള പഠനത്തിലേക്ക് നാം തിരിയണം. സമ്മാനങ്ങൾ വാരിക്കൂട്ടുവാൻ മത്സരവേദികളിലേക്ക് പായുന്നതിന് മുമ്പ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ യേശു ക്രിസ്തു എന്ന വ്യക്തിത്വം മുളച്ചിട്ടുണ്ടോ എന്നുള്ളത് നാം ആദ്യം ശ്രദ്ധിക്കണം. അതെല്ലാം നല്ലതാണ്, അവരവരുടെ കഴിവുകൾ പ്രസിദ്ധമാക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ ആദ്യം ക്രിസ്തു അവൻ്റെ ഹൃദയത്തിൽ മുളച്ചിട്ടുണ്ടോ, നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടോ എന്നുള്ളത് ആദ്യം ചിന്തിക്കണം. യേശു ക്രിസ്തു ആ വ്യക്തിത്വത്തെ മനസ്സിലാക്കിയില്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകും. പ്രിയപ്പെട്ടവരെ, സഭകൾ ചില്ലുകൊട്ടാരം പോലെ തകർന്നു വീഴും. അതുകൊണ്ട് ഓടിച്ചു പറഞ്ഞു പോകട്ടെ, ഈ യേശു ക്രിസ്തുവിനെ പഠിക്കണം. ഇത് ഇസ്രായേലിനോട് പഠിക്കാൻ പറഞ്ഞു, പഠിപ്പിക്കാൻ പറഞ്ഞു. നമ്മൾ പഠിപ്പിക്കുന്നുണ്ടോ? നമ്മുടെ സഭാകളിലെ സൺഡേ സ്കൂളുകൾ യേശു ക്രിസ്തുവിനെ പഠിപ്പിക്കുന്നതായി മാറണം. യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ, നിത്യതയെക്കുറിച്ച്, പുനരുത്ഥാനത്തെക്കുറിച്ച് നല്ല അവബോധം നമ്മുടെ കുഞ്ഞുങ്ങളിൽ, നമ്മുടെ സഹോദരി സഹോദരന്മാരിൽ വളർത്തിയെടുക്കണം. അപ്പോഴാണ് സഭയിൽ ബൈബിൾ ക്ലാസ്സിലേക്ക് ആളുകൾ വരുള്ളൂ. അല്ലാണ്ട് എല്ലാം തികഞ്ഞിട്ട് ആരും വരില്ല. യേശു ക്രിസ്തുവായിട്ട് ബന്ധമുള്ളവരെല്ലാവരും വരും. യേശു ക്രിസ്തുവായിട്ട് ബന്ധമില്ലാണ്ട് സഭയായിട്ട് ബന്ധം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കാതെ ഈ വചനം കേൾക്കാൻ ഇവിടെ വന്നിരുന്നിട്ട് എന്താ കാര്യം? സഭേനെ കാണിക്കാൻ വന്നിട്ട് കാര്യമില്ല. കപട വിശ്വാസമാണത്, അഭിനയമാണത്. യേശു ക്രിസ്തുവിനോട് ബന്ധമുണ്ടായിരുന്നെങ്കിൽ എല്ലാവരും വരും. വന്നില്ല എന്നുള്ള ആശയമല്ല, വന്നുകൊണ്ടേയിരിക്കും. ശരി, അടുത്തത് മത്തായി സുവിശേഷം 4:18-20. അവിടെ ഇങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചതാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ പിന്നാലെ വരും. നമ്മൾ എത്ര പേര് കർത്താവിൻ്റെ പിന്നാലെ പോകും? മത്തായി സുവിശേഷം 4:18 മുതൽ 20 വരെ. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ വിളിക്കുന്നുണ്ട്. എപ്പോഴൊക്കെയാണ് വിളിക്കണേ? ഇവിടെ കേൾക്കുന്ന ദൈവവചനത്തിലൂടെ നമ്മെ വിളിക്കുന്നുണ്ട്. നമ്മൾ കേൾക്കുന്നുണ്ടാ? നമ്മുടെ ഹൃദയം തുറക്കാറുണ്ടാ? പാറപ്പുറത്ത് മഴ പെയ്ത പോലെയാണ്. കല്ലിൻ്റെ മുകളിലും മഴ പെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നറിയും? ആ കല്ലിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഇച്ചിരി ചെളി പോകും, പാറപ്പുറത്തുള്ള ചെളിയൊക്കെ പോകും വലിയൊരു മഴ പെയ്ത് കഴിയുമ്പോൾ. പാറയ്ക്ക് വല്ല അനക്കമുണ്ടോ? ചൂട് വന്നാലും മഴ പെയ്താലും പാറ അങ്ങനെ തന്നെ. നമ്മളെ സംബന്ധിച്ച്, എൻ്റെ സഭയായാലും ഏത് സഭയായാലും സംബന്ധിച്ച്, എത്ര വചനം കേട്ടാലും ഇതകത്ത് കയറി പ്രവർത്തിക്കാത്തതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകാൻ നമുക്ക് സമയമില്ല. എത്ര പ്രാവശ്യമായി ഇന്ന് കാലത്ത് ബൈബിൾ വായിച്ചിട്ടുണ്ടെങ്കിൽ, വീട്ടുപ്രാർത്ഥന നടത്തിയിട്ടുണ്ടെങ്കിൽ, ബൈബിൾ വായിച്ചിട്ടുണ്ടെങ്കിൽ, അതിലൂടെ ദൈവം നമ്മളോട് കർത്താവ് വിളിച്ചു, എൻ്റെ പിന്നാലെ വാ. ഈ സന്ദേശത്തിലൂടെ വിളിക്കുന്നു, എൻ്റെ പിന്നാലെ വാ. നമുക്ക് സമയമില്ല. പ്രിയപ്പെട്ടവരെ, ബൈബിൾ ക്ലാസ്സിന് വരാൻ നേരമില്ല, മറ്റ് പല കാര്യങ്ങൾക്കും പോകാൻ നേരമുണ്ട്. മൊബൈലിൽ എത്ര വേണമെങ്കിലും കോമഡി കണ്ടിരിക്കാൻ നമുക്ക് നേരമുണ്ട്. സീരിയൽ കാണാൻ നേരമുണ്ട്. ഇപ്പോൾ സീരിയൽ കാണാനൊന്നും ഇരിക്കേണ്ട, ടി വിയിൽ മൊബൈലിൽ നോക്കി വീടിൻ്റെ ഉള്ളിൽ ബെഡ്റൂമിൽ കയറിയിരുന്ന് കാണാം. സഹോദരിമാർക്കും ആ വയസ്സായവർക്കും എല്ലാം സംവിധാനങ്ങളുണ്ടല്ലോ. അതിനൊക്കെ നമുക്ക് നേരമുണ്ട്. നമ്മുടെ ജോലിക്ക് വേണ്ടി ഓവർ ടൈം ചെയ്യും നമ്മൾ, അതിന് നമുക്ക് സമയമുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സമയമുണ്ട്. പിന്നെ എങ്ങനെ നമ്മുടെ സഭകൾ മൂല്യച്യുതി വന്ന് നശിക്കാതിരിക്കും? ഈ വിളക്കുകൾ കെട്ടുപോകാതിരിക്കും? വ്യക്തി ജീവിതങ്ങൾ നിരാശയിലേക്ക് പോയി ആത്മഹത്യ ചെയ്യുന്നു, മയക്കുമരുന്ന് കഴിക്കുന്നു, അതുപോലെ കഞ്ചാവ് വലിക്കുന്നു, മദ്യപിക്കുന്നു, സിഗരറ്റും ബീഡിയും ലാഘവത്തോടെ വലിച്ചു നടക്കുന്നു. വിശ്വാസികൾ സിനിമാശാലകളിലും മദ്യഷാപ്പുകളിലും കയറി ഇറങ്ങുന്നു, തോന്നിയ പോലെ ജീവിക്കുന്നു. അർത്ഥം ഇതാണ് പ്രിയപ്പെട്ടവരെ, സഭയുടെയോ മുപ്പൻ്റെയോ സുവിശേഷകൻ്റെയോ കുറ്റമല്ല. യേശു ക്രിസ്തുവിനെ പഠിക്കുന്നില്ല. അതുകൊണ്ട് ഈ യേശു ക്രിസ്തുവിനെ പഠിക്കാൻ നാം തയ്യാറാകണം. അവൻ്റെ പിന്നാലെ പോകാൻ നാം തയ്യാറാണ്. കുറേയൊക്കെ നമ്മൾ വേണ്ടാന്ന് വെച്ച് മടങ്ങി വരണം. നാം വന്നേ മതിയാവും. ഇല്ലെങ്കിൽ അടുത്ത കൊല്ലം ഇതിലും ശോചനീയമായ അവസ്ഥയിലേക്ക് ക്രൈസ്തവ സഭ നീങ്ങും. അതിൽ യാതൊരു തർക്കമില്ല.
അതുകൊണ്ടാണ് ദൈവം അരുളി ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ നിലയുറപ്പിച്ചതുപോലെ അരുളി ചെയ്തുകൊണ്ടിരിക്കുക. ദൈവം മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കും. ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ല. നമ്മളൊക്കെ വലിയ സംഭവങ്ങളാണെന്ന് പറയും. ഈ പ്രസംഗിക്കുന്ന ബിജുവും എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളും ദൈവത്തിൻ്റെ മുമ്പിലൊന്നുമല്ല. ദൈവത്തിന് മുഖപക്ഷമില്ല. ഇത് കളിയല്ല, തമാശയല്ല. ഇനി അടുത്തത് ഓടിച്ചു പറയട്ടെ. അടുത്തത് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, മത്തായി സുവിശേഷം 26:40-41. ഗെത്സമന തോട്ടത്തിലെ പ്രാർത്ഥനയാണ്. കർത്താവ് ശിഷ്യന്മാരുടെ അരികിലേക്ക് വന്നപ്പോൾ അവരിരുന്ന് ഉറങ്ങുക. കർത്താവ് എന്താ അവിടെ ചോദിച്ചത്? 26:40-41 കിട്ടിയവർക്കൊന്നും ഉറക്കെ വായിക്കാമല്ലോ. 20 മതി. പ്രിയപ്പെട്ടവരെ, കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുക, എന്നോടുകൂടെ ഒരു നാഴിക ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. നമ്മൾ ഉണർന്നിരിക്കും. സത്യം പറയും. നിങ്ങൾ ചിന്തിച്ചാൽ മതി. നമ്മുടെ ജീവിതത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും കർത്താവിനോട് കൂടി ഇരുന്നുണ്ടാ നമ്മൾ ഇരിക്കാറുണ്ട്. ഇരിക്കുന്നവരുണ്ടായിരിക്കാം. ക്വയറ്റ് ടൈം ഒന്ന് കർത്താവിൻ്റെ അടുത്ത് പോയിട്ട് കർത്താവിനോട് നിങ്ങൾ പേഴ്സണലായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? അങ്ങനെ സംസാരിക്കണമെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ സംസാരിക്കണമെങ്കിൽ, നമ്മൾ സംസാരിക്കണമെങ്കിൽ എന്താ അറിയണം? ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് മനസ്സിലാക്കണം. യേശു ക്രിസ്തുവിൻ്റെ നിത്യതയെക്കുറിച്ചുള്ള അവബോധം നമുക്കുണ്ടാകണം. പുനരുദ്ധാനത്തെക്കുറിച്ച് അറിയണം. അതറിയണമെങ്കിൽ അവനോടുകൂടെ ഒരു ദിവസം പാർക്കണം, പഠിക്കാൻ തയ്യാറാകണം, അവനോടുകൂടെ യാത്ര ചെയ്യാൻ തയ്യാറാകണം, അവനോടുകൂടെ ഉണർന്നിരിക്കാൻ തയ്യാറാകണം. നമ്മൾ ഇരിക്കാറുണ്ടാ പ്രിയപ്പെട്ടവരെ? നമ്മൾ കർത്താവിനോട് കൂടെ ഇരിക്കാറുണ്ടാ? ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിക്കുക. എത്ര സമയം നമ്മൾ ഇരിക്കാറുണ്ട്? നമ്മുടെ മക്കളുടെ കല്യാണ ആവശ്യത്തിന് നടത്തി തന്നില്ലെങ്കിൽ വിവരം അറിയുമെന്ന് പറയുന്ന പ്രാർത്ഥനയാണ് നമ്മൾ പ്രാർത്ഥിക്കാറ്. ജോലി കിട്ടിയില്ലെങ്കിൽ ഇനി ഞാൻ വരില്ല നിൻ്റെ കൂടെ, അങ്ങനത്തെ പ്രാർത്ഥന പ്രാർത്ഥിക്കും നമ്മൾ. എൻ്റെ ഇന്ന കാര്യങ്ങൾ ചെയ്തു തന്നില്ലെങ്കിൽ ഇനി ഞാൻ മിണ്ടില്ല. ആരോട്? കർത്താവിനോട്. ഇതൊക്കെ എന്താണെന്നറിയോ? ഇതൊക്കെ മറ്റുള്ള കഥാപാത്രങ്ങളെ പഠിച്ചു വെച്ചേക്കണ പോലെ യേശുക്രിസ്തുവിനെ പഠിച്ചു വെച്ചേക്കുക. അപ്പം പിന്നെ അങ്ങനെയല്ലേ പറയുള്ളൂ. യേശുക്രിസ്തുവിൻ്റെ മുമ്പാകെ വരുമ്പോൾ വിറയലോടെ വരുന്ന, യേശുക്രിസ്തുവിൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ ഭയഭക്തിയോടെ നിൽക്കുന്ന, അവനെ മനസ്സിലാക്കിയവരെ അങ്ങനെ ചെയ്യുള്ളൂ. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ തൊട്ടടുത്ത ഇലന്തൂരുള്ള TK ശമുവേൽ സാർ പാടി. എന്താണ് പാടിയത്? 95 നിത്യതയിലേക്ക് മാറ്റപ്പെട്ട ശമുവേൽ സാർ പാടി. നിങ്ങളുടെ തൊട്ടടുത്തുള്ളത് ഞാൻ അവിടെ നിന്നേ കേട്ടറിഞ്ഞതാണ്. ഞാൻ വരികൾ പ്രിയ സഹോദരനെ പാടാറുണ്ടായിരിക്കാം, അറിയാം ഇല്ലേ? ആ പാട്ട് എന്താണ്? എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തൻ്റെ മഹിമ നിസ്തുല്യം, ഇത്ര മഹാനാം ഉത്തമനാം ഒരുത്തനയുലകിൽ കാണുമോ? ഇങ്ങനെ നമ്മുടെ പിതാക്കന്മാർ പാടിയെങ്കിൽ അവർ ഞാൻ ഈ പറഞ്ഞ പോലെ അവൻ്റെ ദൈവത്വത്തെയും നിത്യാസ്തിത്വത്തെയും നിത്യതയെയും അവൻ്റെ പുനരുദ്ധാനത്തെയും പഠിച്ചതുകൊണ്ടാണ് ശമുവേൽ സാറൊക്കെ അത് പാടിയത്. പാട്ടുപുസ്തകത്തിലെ നിരവധി പേർ പാടിയത്. ഇപ്പം പാടുന്നുണ്ട്. ഇപ്പം എന്തുട്ടാ പറഞ്ഞേ? ഇപ്പം പാട്ടുകാരെ കുറ്റം പറഞ്ഞതല്ല. ഇപ്പം പാടുന്നതെല്ലാം ഇളക്കപ്പെരുപ്പങ്ങളാണ്. പക്ഷേ പൂർവികന്മാരുടെ ഇങ്ങനെ പഠിച്ചവരുടെ പാട്ട് ഇപ്പോഴും നിങ്ങൾ എടുത്ത് പാടി നോക്കിക്കൊള്ളുക. അതിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും ആ കാമ്പ്, യേശുക്രിസ്തു എന്ന വ്യക്തിത്വം. അപ്പം അതുകൊണ്ട് യേശുക്രിസ്തുവിനെ നാം പഠിക്കാൻ തയ്യാറാകണം. അതാണ് ക്രിസ്തു പറഞ്ഞ്, എന്നെ അറിയുക, എന്നെ അറിയണം, ഈ സത്യം നാം ഗ്രഹിക്കണം. അങ്ങനെ ഇനി പറയാനുണ്ട്. ഞാൻ അങ്ങനെ അവനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ പഠിച്ചാൽ, ഈ ക്രിസ്തുവിനെ ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ ഇങ്ങനെ പാടാനൊക്കെ കഴിയും. ശരി, 1 യോഹന്നാൻ 2:3 പറഞ്ഞത് അവനെ അറിഞ്ഞു എങ്കിൽ അവൻ്റെ കൽപ്പനകളെ 2:3 നിങ്ങൾ വായിച്ചാൽ മതി കേട്ടോ. ഞാൻ വായിക്കുന്നില്ല. ഇനി എനിക്ക് 15 മിനിറ്റുള്ളൂ. 11:30 പറഞ്ഞു. അതിന് മുമ്പാണോ പറഞ്ഞോ? ഓക്കെ. അപ്പോൾ നിങ്ങൾക്കും ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞോളാം. അപ്പം നിർത്തി. ഞാൻ സമയത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല. ഓക്കെ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അവനെ അറിഞ്ഞു എങ്കിൽ. 1 യോഹന്നാൻ 2:3 അവിടുത്തെ വാക്യം നിങ്ങൾ വായിച്ചു നോക്കണം. അവനെ അറിഞ്ഞു എന്ന് പറയുന്നവൻ അവൻ്റെ കൽപ്പനകളെ. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ കൽപ്പന പ്രമാണിക്കാത്തത്? ഈ വഴിക്കട നടന്ന് ഈ കൽപ്പന പ്രമാണിക്കാത്തത് എന്ത് കാരണത്താലാ? സഭയിൽ വഴക്കുണ്ടായിട്ടാ? മൂപ്പൻ ശരിയല്ലാണ്ടാ? സുവിശേഷകൻ ശരിയല്ലാണ്ടാ? സഹോദരി സഹോദരന്മാർ ശരിയല്ലാണ്ടാണോ? നമ്മളൊക്കെ പറഞ്ഞ അവൻ കാരണം കൊണ്ട് ഞാൻ കർത്തൃമേശ ഇട്ടില്ല, അവൻ ശരിയാവട്ടെ, എന്നിട്ട് ഞാൻ മുറിക്കാം. ഇത് മുറിച്ചാൽ അവൻ ഉടലോടെ പോകും സ്വർഗത്തിലേക്ക്. എല്ലാവരും വിചാരം ഇത് മുറിച്ചാൽ പോകുന്ന. ഇത് മുറിച്ചാൽ പോകില്ല. ഇത് മുറിച്ചാൽ നീ ചിലപ്പോൾ പോകാൻ സാധ്യതയില്ല. കാരണം ഇവൻ്റെ ഉള്ളിലുള്ളത് മുഴുവൻ ക്ലിയർ ആക്കാതെ ഇത് മുറിച്ചു കഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് പോകും തോന്നിയില്ല. ഞാൻ ഇങ്ങനെ അതിനോട് ചേർന്ന് പറഞ്ഞെന്ന് മാത്രം. പ്രിയപ്പെട്ടവർ, ഇത് മുറിക്കുന്നതിനൊന്നുമല്ല, ഒരു വ്യക്തിത്വത്തെ നോക്കിയിട്ടല്ല ഒരു വ്യക്തി ആരാധനയ്ക്ക് വരുന്നത്, കർത്താവിനെ ആരാധിക്കുന്നത്. അത് കർത്താവിനെ അവൻ വ്യക്തമായി ഞാൻ നേരത്തെ പറഞ്ഞ പദങ്ങളിലൂടെ പോയി യേശുക്രിസ്തുവിനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, അവനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ തന്നെ
തന്നെ അവൻ്റെ പക്ഷത്താ കുറവെങ്കിൽ ചെല്ലും. അവൻ തന്നെ ചെന്ന് ക്ഷമ പറയും. അപ്പോഴായിരിക്കും അവൻ അങ്ങോട്ട് ചെല്ലുമ്പോഴായിരിക്കും മറ്റേ സഹോദരൻ ഇതറിഞ്ഞിട്ട് ഇങ്ങോട്ട് വരണേ. അപ്പോൾ എങ്ങനെ ഉണ്ടാവും? ഇത് രണ്ടും ഒരുമിച്ച് കൂട്ടിമുട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? രണ്ടുപേരും ഇത് പഠിക്കണം, ക്രിസ്തുവിനെ പഠിക്കണം. അപ്പോൾ അവൻ്റെ പേര് പറഞ്ഞ് ഇവൻ്റെ പേര് പറഞ്ഞ് നമ്മുടെ ആത്മീയ ജീവിതത്തെ കെടുത്തിക്കളഞ്ഞതിൻ്റെ പ്രധാന പ്രമേയം എന്നുള്ളത് അവനെ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈ ആൾക്കാരെ അനുസരിക്കാത്ത. എല്ലാവരും പറയുന്നത് ഉണർവില്ല, ആരും വന്നില്ല യോഗത്തിന്, ആർക്കും ഒരു താല്പര്യം. സഭയിൽ ഇത്രയും കാലമായിട്ട് വരണ്ട്, എന്നിട്ട് സ്വോത്രം ചെയ്യില്ല, വചനം ധ്യാനിക്കില്ല, ഒരു ഇതുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വരാം, വന്നിരിക്കാം. അങ്ങനെ വന്നിരുന്ന് പോണവരൊക്കെ ഉണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? അവനെ അറിഞ്ഞിട്ടില്ല, സഭയെ ബ്രദറുകാരെ മനസ്സിലായി. വലിയ സംഭവമാണെന്ന് മനസ്സിലായി. അത് കാരണം വന്നിട്ട് പോണയാ. ബ്രദറുകാരെ മനസ്സിലായി, യേശുക്രിസ്തുവിനെ മനസ്സിലായിട്ടില്ല. യേശുക്രിസ്തുവിനെ അറിഞ്ഞാൽ അവൻ്റെ കൽപ്പനകളെ എന്ത് ചെയ്യും? അറിയാണ്ട് നമ്മൾ കിടന്നിട്ട് ഈ ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, തേവിയോടത്തോളം വെള്ളം തണ്ടാരപ്പൻ്റെ കണ്ടത്തിൽ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സുവിശേഷം സ്ഥിരം ഉപയോഗിക്കുന്ന പദമാണ്. ഈ പുതിയ ആളുകൾക്ക് അറിയുമെന്ന് എനിക്ക്. തേവിയോടത്തോളം വെള്ളം എന്ന് പറഞ്ഞാൽ ഈ കണ്ടങ്ങളുണ്ടല്ലോ കൃഷി ചെയ്യുന്നത്. അപ്പോൾ രാവിലെ പോയി തേകും. പണ്ട് മോട്ടറില്ലല്ലോ, വെള്ളം തേകി ഒഴിക്കുകയാണ്. അപ്പോൾ ഇരുട്ടത്താണ് പോയി തേകി ഒഴിക്കുന്നത്. ഈ കണ്ടം തെറ്റിപ്പോയി. നേരം വെളുത്തപ്പോൾ കണ്ടം വേറൊരാളുടെ ആയിരുന്നു. തേവിയോടത്തോളം വെള്ളം എവിടെയാണ്? വല്ലൂരും പോയി. ഇതാണ് നമ്മുടെ സ്ഥിതി. യേശുക്രിസ്തുവിനായിട്ട് യാതൊരു ബന്ധവുമില്ല. അവസാനം നല്ല തേവല എല്ലാ പരിപാടികളും ചെയ്യുന്നുണ്ട്. അതുപോലെ ആയിപ്പോ. അതുകൊണ്ട് ദൈവവചനം നമ്മോട് പറയുന്നത് അവനെ അറിയണം. അതാണ് എൻ്റെ പ്രമേയം, അതാണ് എൻ്റെ വിഷയവും അത് തന്നെയാണ്. ആ ജീവനാന്തകാലം ഞാൻ ഇതേ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ നാം മനസ്സിലാക്കണം. യേശുക്രിസ്തുവിനെ മനസ്സിലാക്കാതെ നിങ്ങൾക്ക് സഭയെ സ്നേഹിക്കാൻ പറ്റില്ല. യേശുക്രിസ്തുവിനെ മനസ്സിലാക്കാതെ നിങ്ങൾക്ക് സുവിശേഷ പ്രവർത്തനത്തിന് പോകാൻ കഴിയില്ല. യേശുക്രിസ്തുവിനെ മനസ്സിലാക്കാതെ പഠിക്കാതെ നിങ്ങൾക്ക് ഈ ആരാധനയ്ക്ക് വരാൻ കഴിയില്ല, ആരാധിക്കാൻ കഴിയില്ല. എല്ലാം ജൽപ്പനമായി മാറും. നമുക്കറിയാം നമ്മുടെ സഭയിൽ ഇവിടുത്തെ ക്രമം എന്താണെന്നറിയില്ല. എല്ലാവർക്കും അറിയാം. ചെല്ലുമ്പോൾ സ്വോത്രം ചെയ്യും, പിന്നെ 3 പാട്ട് പാടും, പിന്നെ എന്ത് ചെയ്യും? അത് തെറ്റിയാൽ അപ്പം വഴക്കുണ്ടാക്കും. 3 പാട്ട് പാടും, അത് കഴിഞ്ഞാൽ പിന്നെ സങ്കീർത്തനം വായിക്കും, അത് കഴിഞ്ഞാൽ സ്വോത്രം ചെയ്യും, അത് കഴിഞ്ഞാൽ പിന്നെ വചനം ധ്യാനിക്കും, അത് കഴിഞ്ഞാൽ അപ്പം മുറിച്ചു, എല്ലാം സ്വിച്ചിട്ട പോലെ അങ്ങ് പൊക്കോളുക. അത് തെറ്റാന്നല്ല ഞാൻ പറഞ്ഞു. ഇതെല്ലാം നമുക്കറിയാം. അപ്പോൾ അത് ആ ഓളത്തിൽ അങ്ങ് പോകും. പ്രിയപ്പെട്ടവരെ, അതല്ല. യേശുക്രിസ്തുവിനെ അറിയണം. ശരി, ഞാൻ ഓടിച്ചു പറയട്ടെ. അങ്ങനെ അറിയുകയാണെങ്കിൽ മത്തായി സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ എന്താ വായിക്കുന്നത്? ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകും. അല്ലേ? കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാൻ കഴിയില്ല. നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കുകയാണെങ്കിൽ നിങ്ങൾ ധാരാളം ഫലം കായ്ക്കും. നിങ്ങൾ വായിച്ച് ധ്യാനിച്ചാൽ മതി. ഇവനെ അറിഞ്ഞവനല്ലേ ഫലം കായ്ക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവനോട് കാക്കടാ കാക്കടാ എന്ന് പറഞ്ഞ് ഈ കിളയും വളവിടലുവാ. നീ കാക്ക്, നീ പാട്, നീ പ്രാർത്ഥിക്ക്. ഇവനെ എന്നാ പ്രാർത്ഥിക്കും? കമാന്ന് ഇവന് മിണ്ടാൻ പറ്റും. ഇവന് യേശുക്രിസ്തുവിനെ അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, രക്ഷിക്കപ്പെട്ടപ്പോൾ ഈ വഴിയിൽ വെച്ച് കണ്ടതാണ് യേശുക്രിസ്തുവിനെ. പിന്നെ യേശുക്രിസ്തുവിനെ കണ്ടിട്ടില്ല. പുള്ളി കാണണമെങ്കിൽ ഇവൻ എന്ത് ചെയ്യണം? ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ പഠിക്കണം. ഇത് വെറുതെ പറഞ്ഞാലാ. നമ്മൾക്ക് ഭയങ്കര സംഭവം, ഭയങ്കര പഠനവും ഭയങ്കര ഉപദേശ വിഷയമൊക്കെ അറിയാം. യേശുക്രിസ്തുവായിട്ട് ഒരു ബന്ധമില്ല. യേശുക്രിസ്തുവായിട്ട് ബന്ധമുണ്ടെങ്കിൽ സ്വോത്രം ചെയ്യും. യേശുക്രിസ്തുവായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഫലം കായ്ക്കുന്നേ. ഫലം എവിടെയാണ് കാക്കണ്ടേ? ഇപ്പം എല്ലാവരും കാക്കുന്നുണ്ട്. ലണ്ടനിലും അമേരിക്കയിലും കിടന്ന്, നമ്മുടെ നാട്ടിലും കിടന്ന് കാക്കുന്നുണ്ട്. ഇവിടെ ഗവൺമെൻറ് ജോലി കിട്ടണം, അല്ലെങ്കിൽ പിന്നെ ലണ്ടനിൽ പോകണം, അമേരിക്കയിൽ പോകണം എന്നാണ് നമ്മുടെ ആളുകളൊക്കെ പറയണത്. കാക്കാൻ പോവുക, കാച്ചു പൂവിട്ട് കാച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ നല്ലതാണ്, നല്ല ഫലം കായ്ക്കണം. പക്ഷെ കാക്കേണ്ടത് സഭയിലാണ്. 10 ആത്മാക്കളെ നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ നമ്മുടെ മക്കൾക്ക്? ഒരു പാപിയെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ, ഒരു മനം കലങ്ങിയിരിക്കുന്ന സഹോദരനെ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമുക്ക് നന്നായി സഭയിലൊന്ന് പാടാൻ കഴിയുന്നുണ്ടോ? സ്വോത്രം ചെയ്യാൻ കഴിയുന്നുണ്ടോ? സഭ ആത്മീകമായി വളരുന്നുണ്ടോ? നമ്മുടെ വീടുകൾ വളരുന്നുണ്ട്, ബാങ്കുകൾ വളരുന്നുണ്ട്. ഈ പുനലൂര് തന്നെ വളർന്നുകൊണ്ടിരിക്കുക. നമ്മുടെ സഭ ശോഷിച്ച് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഇതൊന്നും തെറ്റാന്നല്ല പറഞ്ഞത്. പക്ഷേ മുൻഗണന എന്തിനു വേണം? അതിന് നമ്മളൊന്നും പ്രാധാന്യം കൊടുക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആ പ്രാധാന്യം നമ്മൾ കൊടുത്തേ മതിയാകൂ. യേശുക്രിസ്തു അങ്ങനെയുള്ളവനാണ് എന്ത് അധികം ഫലം കായ്ക്കാൻ പറ്റും. ഇങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇങ്ങനെ പറയാം, ഈ അമേരിക്കയിലും ലണ്ടനിലും ഒക്കെ നേഴ്സുമാർ പോയില്ലായിരുന്നെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഇവിടുത്തെ ഉപദേശിമാർ പട്ടിണി കിടന്നേനെ. അതിൽ യാതൊരു തർക്കമില്ല. എല്ലാവരും ജോലി വേണം, കാശ് വേണം. ഞാനൊന്നും കല്ലുകൊണ്ടൊന്നുമുള്ള വ്യക്തിയല്ലല്ലോ. ഞങ്ങളെ പോലുള്ളവർക്കും ജീവിക്കണ്ടേ.
എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇട്ടിരിക്കുന്ന വസ്ത്രം മുതൽ കഴിക്കുന്ന 1 മണി അരി വരെ ദൈവജനത്തിൻ്റെ ചില്ലിത്തുട്ടുകളാണ്. എൻ്റെ അപ്പം ഒന്നുമില്ല. അതൊക്കെ എനിക്ക് തുറന്നു പറയാം. ഒന്ന് ദൈവജനം തരുന്നത് കൊണ്ടാണ് ഞാനും അരി മേടിച്ച് എൻ്റെ മക്കളും ജീവിക്കുന്നത്. അതിലൊരു നാണക്കേടുമില്ല പറയുന്നത്, അല്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? അപ്പോൾ ഞാൻ പറഞ്ഞത്, അതിനും നമുക്ക് സാമ്പത്തിക സ്രോതസ്സൊക്കെ ആവശ്യമാണ് കാലഘട്ടത്തിനനുസരിച്ച്. പക്ഷെ അത് മാത്രമാകരുതെന്നാണ് എൻ്റെ സംസാരം, എൻ്റെ വാക്കിൻ്റെ അർത്ഥം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തുവിനെ അറിഞ്ഞാൽ ഫലം കായ്ക്കും. അതും വിശദീകരിക്കുന്നില്ല, സമയം പോലെ. ഇതൊക്കെ 2, 3, 4 ക്ലാസ്സുകളാണ് ഞാൻ വെട്ടിച്ചുരുക്കി ഒറ്റ ക്ലാസ്സാക്കി നിങ്ങളുടെ മുമ്പാകെ പറയുന്നത്. ശരി, അടുത്തത് ഫലം കായ്ക്കുമെന്ന് പറഞ്ഞാൽ മത്തായി സുവിശേഷം 5:13 മുതൽ 16 വരെ എന്താ വായിക്കുന്നത്? നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തോന്നുകൊണ്ട് രസം വരുത്താം. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. ഉപ്പ് കാരമില്ലാതെ പോയാൽ പിന്നെ എന്ത് ചെയ്യും? അത് നിലത്ത് കളയും. കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യർ ചവിട്ടും. അപ്പോൾ നമ്മൾ ലോകത്തിൻ്റെ ഉപ്പാണ്. ഫലം കായ്ക്കുക എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞ ലോകത്തിന് രസം കൊടുക്കുന്ന, യേശുക്രിസ്തുവിനെ കൊടുക്കുന്ന കാരമുള്ള ഉപ്പുകളാണ് നാം ഒക്കെ. നമ്മിലെ യേശുക്രിസ്തു എന്നിലും നിങ്ങളിലും ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവനെ പുറത്ത് കളഞ്ഞ നാട്ടുകാർ ചവിട്ടും എന്ന് പറഞ്ഞ സാക്ഷ്യം നഷ്ടപ്പെടും. അതായത് അർത്ഥം. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. നമ്മൾ പ്രകാശിച്ചു കൊണ്ടിരിക്കണം. അനേകർക്ക് വെളിച്ചം കാണിക്കേണ്ടവരാണ്. ഫലം കായ്ച്ചു കൊണ്ടിരിക്കണം. അതിനോടൊക്കെ അനുബന്ധമായി ചിന്തിക്കേണ്ട കാര്യം. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സ്വർഗത്തിലെ ദൈവം ഉദ്ദേശിച്ച രീതിയിൽ സഭയിൽ ഫലം കായ്ച്ചു മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ. അവനെ അറിയുക. അങ്ങനെ ഫലം കായ്ച്ചവരുടെ വാക്കുകൾ മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഫലം കായ്ച്ചവരുടെ വാക്ക്, ഇത് മനസ്സിലാക്കിയവർ, അറിഞ്ഞവർ, അവരുടെ വാക്കുകളാണ്. റോമാലേഖനം 1:16. അവിടെ ഈ യേശുക്രിസ്തുവിനെ അറിഞ്ഞത് കൊണ്ട് പൗലോസ് പറഞ്ഞ വാക്ക് എന്താണ്? എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല. അങ്ങനെ ലജ്ജയില്ല എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? സമയമില്ല. റോമൻ മതവും മറ്റേ ഗ്രീക്ക് തത്വചിന്തയും ഒക്കെ ഉയർന്നു നിൽക്കുകയാണ്. ആ മത തത്വചിന്തകൾ അറിയുന്നവരാണ് അന്നത്തെ പ്രഗത്ഭർ. അതുപോലെ അറിയുന്ന ഒരു വ്യക്തിയായിരുന്നു പൗലോസ്. അപ്പൊ അതറിയുന്ന പൗലോസ് ഈ നാണം കെട്ട, ഈ ഒരിക്കലും കേൾക്കാത്ത ഈ യഹൂദൻ എന്ന് പറയുന്ന തച്ചനായ യേശുക്രിസ്തുവിന്റെ കാര്യം പ്രസംഗിക്കുന്നത് ലോകത്തിലുള്ള മറ്റുള്ളവർക്ക് നാണക്കേടായിരുന്നു. പൗലോസ് അവരോട് പറയാ, എനിക്കൊരു ലജ്ജയുമില്ല ഏത് പ്രസംഗിക്കുന്നതിൽ. നിങ്ങൾ കണ്ട റോമൻ മത ദേവീദേവന്മാരെക്കാൾ, ഗ്രീക്ക് തത്വചിന്തകന്മാരെക്കാൾ, ലോകം അവതരിപ്പിച്ച ഏത് മനുഷ്യരെക്കാളും ഉന്നതനാണ് യേശുക്രിസ്തു എന്നാണ് യേശുക്രിസ്തുവിനെ പഠിച്ചിട്ട് പൗലോസ് പറഞ്ഞത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എനിക്ക് ലജ്ജയില്ല. പ്രിയപ്പെട്ടവരെ, നാം മറ്റെന്തിനേക്കാൾ അധികമായി യേശുക്രിസ്തുവിനെ കാണുന്നുണ്ടോ? കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ലജ്ജയാണ്. മറ്റുള്ളതിൽ അധികമായി യേശുക്രിസ്തുവിനെ കണ്ടില്ലെങ്കിൽ നമുക്ക് ലജ്ജയാണ്. നാം യേശുക്രിസ്തുവിനെ അങ്ങനെ കാണുന്നില്ലെങ്കിൽ നാം ലജ്ജിക്കപ്പെടുന്നത് കൊണ്ടാണ് നാം ഒരു വിശ്വാസിയാണെന്ന് വെളിപ്പെടുത്താത്തത്. യേശുക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് അറിയില്ല. അതുകൊണ്ട് സഭാകോളിൽ വരുമ്പോൾ വിശ്വാസിയും, പുറത്തിറങ്ങുമ്പോൾ അവിശ്വാസിയുമായി ജീവിക്കും. ഇനി അടുത്ത വാക്യം അപ്പോസ്തല പ്രവൃത്തി 4:13 വായിച്ചാൽ മതി. അവിടെ അവർ ധൈര്യത്തോടെ പ്രസംഗിച്ചു. ആരോട്? യേശുക്രിസ്തുവിനെ മനസ്സിലാക്കിയപ്പോൾ അവര് ധൈര്യത്തോടെ പ്രസംഗിച്ചു. യഹൂദന്മാരുടെ മുഖത്ത് നോക്കി വാളിന്റെ മുമ്പിൽ അവരുടെ രക്തം ചീന്തുവാൻ തയ്യാറായിക്കൊണ്ട് അവർ പ്രസംഗിച്ചു. അവർക്ക് ധൈര്യമുണ്ടായി. അവരുടെ ധൈര്യം കാണുകയാൽ ധൈര്യത്തോടെ വചനം പ്രസ്താവിച്ചു. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നത്. പത്രോസും യോഹന്നാനും ഒക്കെ പ്രസംഗിച്ചത് യേശുക്രിസ്തുവിനെ ആപാദചൂഡം അപഗ്രഹിച്ച് പഠിച്ചത് കൊണ്ടാണ്. ഓടിച്ചു പറഞ്ഞുകൂടെ? 2 കൊരിന്ത്യർ 5:9 പറഞ്ഞു, ഞങ്ങൾ ജീവിച്ചാലും മരിച്ചാലും അവനെ പ്രസാദിപ്പിക്കുകയാകുന്നു ഞങ്ങളുടെ ലക്ഷ്യം. 2 കൊരിന്ത്യർ 5:9. ഞങ്ങളുടെ ലക്ഷ്യം എന്നുള്ളത് അവനെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അത് മരിച്ചാലും ജീവിച്ചാലും. അതിന്റെ കാരണം എന്താണ്? അവനെ പഠിച്ചത് കൊണ്ടാണ്, അവനെ മനസ്സിലാക്കിയത് കൊണ്ടാണ്, അവനെ അറിഞ്ഞത് കൊണ്ടാണ്, ഈ സത്യം ഗ്രഹിച്ചത് കൊണ്ടാണ്. ഓടിച്ചു പറഞ്ഞു പോവാൻ. ഫിലിപ്പിയർ 3:7 മുതൽ 11 വരെ വായിക്കുമ്പോൾ പൗലോസ് പറയാണ്, അവനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം, അവന്റെ പുനരുദ്ധാനത്തെ കുറിച്ചുള്ള ശ്രേഷ്ഠത നിമിത്തം, മനസ്സിലായോ? അവനെ അറിഞ്ഞത് കൊണ്ടുള്ള ശ്രേഷ്ഠത നിമിത്തം, അവന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ സകലതും ഛേദമെന്നെണ്ണുന്നു, സകലതിനെയും ചവറെന്നെണ്ണുന്നു. ഈ ലോകത്തെ മനുഷ്യ വിസർജനം എന്ന് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഞാൻ കാണുന്നു ഈ ലോകത്തെ എന്ന് പൗലോസ്. ആരെ പഠിച്ചപ്പോ? കർത്താവിനെ പഠിച്ചപ്പോ. എന്തറിഞ്ഞപ്പോ? പുനരുദ്ധാനം മനസ്സിലായപ്പോ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം വായിച്ചു നോക്ക്. അത് കർത്താവിനെ പഠിച്ചത് കൊണ്ട് അവർ പറഞ്ഞ വാക്കാണ്. ഞങ്ങൾ ഈ ലോകത്തെ ത്യജിക്കുന്നു. നമുക്ക് അങ്ങനെ കഴിയുമോ? അങ്ങനെ കഴിയണമെങ്കിൽ അവനെ പഠിക്കണം. വിശദീകരിക്കുന്നില്ല. ആ അപ്പോസ്തല പ്രവൃത്തി 20:24 പൗലോസ് പറഞ്ഞു. 2 കൊരിന്ത്യർ 11:23-28 വരെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അവിടെ പറഞ്ഞു, കഷ്ടം സഹിക്കാൻ തയ്യാറായി. ആരെ പഠിച്ചത് കൊണ്ട്?
നമുക്കൊരു തലവേദന വന്ന പ്രശ്നമാണ്. ഇന്ന് വരുന്ന ക്യാൻസറും വയറുവേദനയും ഒന്നും അല്ല കഷ്ടത. സുവിശേഷത്തിന് വേണ്ടി അവരനുഭവിച്ചതാണ് കഷ്ടത. ഇന്നും കഷ്ടതയുണ്ട്. അതും ഒരു തരത്തിൽ നമ്മെ ദൈവം കടത്തിവിടുന്ന കഷ്ടതയാണ്. ഇതിൻ്റെ മധ്യത്തിലെല്ലാം സന്തോഷിക്കണമെങ്കിൽ ഏത് രോഗം വന്ന് നമ്മെ ഗ്രസിച്ചാലും, നമ്മെ ചിതലരിക്കുന്ന മരണത്തിലേക്ക് നയിച്ചാലും, നാം ചൈതന്യമുള്ളവരായി പൗലോസ് പറഞ്ഞ പോലെ സന്തോഷിപ്പീൻ എന്ന് നമുക്ക് പറയണമെങ്കിൽ, രോഗിക്ക് സന്തോഷിക്കാൻ കഴിയണമെങ്കിൽ, കൃപ വ്യാപരിക്കണമെങ്കിൽ അവനെ പഠിക്കണം. അവന്റെ ദൈവത്വത്തെയും നിത്യതയെക്കുറിച്ചും പുനരുദ്ധാനത്തെക്കുറിച്ചും അവബോധമുള്ള ഒരു വിശ്വാസി ഈ ലോകത്തിൽ വരുന്ന ഏത് കഷ്ടതയെയും ഏത് രോഗത്തെയും നേരിടാൻ പറ്റാത്തതിന്റെ കാരണം എന്താണ്? അവനെക്കുറിച്ചുള്ള പഠനമില്ല. ഞാൻ ഓടിച്ചാൽ മതി. അപ്പോസ്തല പ്രവൃത്തി 20:24 പറഞ്ഞു. പൗലോസ് അവസാനം പറയാണ്, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. അതെന്ത് കാരണത്താലാ? ആരെങ്കിലും പൈസ കൊടുക്കാന്ന് പറഞ്ഞു, ആരെങ്കിലും കൂട്ടായ്മ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ വീട്ടുകാരെ നോക്കിക്കോളാം, നീ ചത്തോന്ന് പറഞ്ഞിട്ടാണ്. പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല എന്ന് പറയാൻ കാരണം എന്താ? യേശു ക്രിസ്തുവിനെ മനസ്സിലായതുകൊണ്ടാണ്. യേശു ക്രിസ്തുവിനെ മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തല പ്രവൃത്തി 7:54-60 ആദ്യത്തെ രക്തസാക്ഷിയുടെ വാക്കുകൾ നോക്കുക. ഞാൻ ഉയരത്തിലേക്ക് നോക്കി സ്തേഫാനോസ് വിളിച്ചു പറഞ്ഞു, ഞാൻ സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവപുത്രൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്തസാക്ഷിത്വത്തിലേക്ക് അവരെ നയിച്ചത് എന്താണ്? ഞാൻ കണ്ടു. നമുക്കങ്ങനെ കാണാൻ കഴിയുന്നുണ്ടോ? നമുക്ക് കർത്താവിനെ കാണാറുണ്ടോ? രക്തസാക്ഷി പോയിട്ട് കാലൊന്ന് കല്ലിൽ തട്ടിയാൽ വിട്ടുകളയുന്ന വിശ്വാസമാണ് പലരുടെയും. പ്രിയപ്പെട്ടവരെ, പിന്നെയാണ് വാള് കഴുത്തിൽ വെച്ചാൽ ഇവിടെ സ്തേഫാനോസ് മരണത്തിലേക്ക് പോകുമ്പോൾ അതിനൊക്കെ കാരണം എന്താണ്? അവർ യേശു ക്രിസ്തുവിനെ പഠിച്ചു, യേശു ക്രിസ്തുവിനെ അവർക്ക് മനസ്സിലായി. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം യേശു ക്രിസ്തുവിനെ എത്രത്തോളം മനസ്സിലാക്കുന്നുവോ അങ്ങനെ മനസ്സിലാക്കിയാലാണ് നമ്മുടെ അകത്തെ, എഫേസ്യ ലേഖനം 3:6 പറഞ്ഞു, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടിട്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല വാക്യമൊക്കെ, നിങ്ങൾ നോക്കിയാൽ മതി. ഇങ്ങനെ മനസ്സിലാക്കിയവരുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടും. എന്നിട്ട് പൗലോസ് പറയാണ് ഫിലിപ്പിയർ 1:27, ഞാൻ ദൂരത്തിരിക്കുമ്പോഴോ സമീപത്തിരിക്കുമ്പോഴോ നിങ്ങൾ വിശ്വാസത്താൽ നിലനിന്ന് എന്ന് പറഞ്ഞു വന്നിട്ട് സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പി. 1:27 സുവിശേഷത്തിന്. അപ്പോൾ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം ഈ വഴിയിലൂടെ നടക്കും. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണല്ലോ നമ്മുടെ വിഷയം. ഈ വഴിയിലൂടെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടക്കണമെങ്കിൽ ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യം, അതായത് ക്രിസ്തുവിനെ വ്യക്തമായി പഠിക്കണം. അപ്പോഴാണ് ഇതിൽ നടക്കാൻ കഴിയുള്ളൂ. അടുത്തത് ഫിലിപ്പിയർ 2:14-15, ഈ വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അവരുടെ നടുവിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. ഈ ജീവന്റെ വഴിയിലൂടെ നടന്ന് ഈ ജീവദായകനായ യേശുക്രിസ്തുവാകുന്ന ജീവന്റെ വചനത്തെ എത്രത്തോളം സത്യത്തെ ഗ്രഹിക്കുന്നുവോ അവന് മാത്രമേ പ്രകാശിക്കുവാനായിട്ട് കഴിയുള്ളൂ. അങ്ങനെ പ്രകാശിച്ചവരാണ് ആര്? രക്തസാക്ഷികൾ. അങ്ങനെ പ്രകാശിച്ചവരാണ് രക്തസാക്ഷികൾ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ രക്തസാക്ഷികളെ കുറിച്ച് പഠിക്കണം. ഒരാളുടെ കാര്യം പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. AD 64 രക്തസാക്ഷിയായ മേഴ്സിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആ പെൺകുട്ടി രക്തസാക്ഷിയായി തീർന്നു. AD 64 നീറോ ചക്രവർത്തിയുടെ പത്നിയായിരുന്ന പോപ്പിയ സബീന എന്ന് പറയുന്ന നീറോ ചക്രവർത്തിയുടെ ഭാര്യ. ഈ ഭാര്യയ്ക്ക് ഒരു വ്യക്തിയിൽ പ്രേമം ജനിച്ചു. യേശു ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് നീ എൻ്റെ പത്നിയായി മുന്നോട്ട് വരണം. അപ്പോൾ മേഴ്സിയ പറഞ്ഞ വാക്കുണ്ട്, അല്ലയോ മാർക്കസ്, നീ ലോകം കണ്ട, ലോകത്തുയർത്തി വെന്നിക്കൊടി പാർപ്പിക്കുന്ന റോമൻ സാമ്രാജ്യത്തിൻ്റെ സൈന്യ ശക്തിയുടെ സാമ്രാട്ടായ നീറോ ചക്രവർത്തിയുടെ സൈന്യാധിപനായിരിക്കാം. പക്ഷെ നിന്നേക്കാൾ, ഈ ഉലകത്തിൻ്റെ നാഥനായ നിന്നേക്കാൾ, മരണത്തിനപ്പുറത്തേക്ക് കടന്നു വരുവാൻ ശക്തനായ, എന്നെ കരം പിടിച്ച് നയിക്കുവാൻ ശക്തനായ, നിത്യതയിലേക്ക് നയിക്കുവാനായ യേശു ക്രിസ്തുവിനെ വിട്ട് നിന്നെ പ്രണയിക്കുവാനും ജീവിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ കർത്താവിൻ്റെ അരികിലേക്ക് പോവുകയാണ്. മേഴ്സിയുടെ വാക്കുകൾ. അപ്പോൾ 15 മിനിറ്റോളം അവിടെ നിശബ്ദത നടമാടിയെന്നാണ് ചരിത്രം പറയുന്നത്. ആ 15 മിനിറ്റിനുള്ളിൽ മാർക്കസ് എന്ന ഈ സൈന്യാധിപൻ പറഞ്ഞു, അല്ലയോ മേഴ്സിയ, നീ സ്നേഹിക്കുന്ന ഈ യേശു ക്രിസ്തു എന്നേക്കാൾ, റോമൻ സാമ്രാജ്യത്തെക്കാൾ, ഈ സൈന്യത്തെക്കാൾ, നിനക്ക് ലഭിക്കാൻ പോകുന്ന സുഖ ഭോഗ സൗകര്യങ്ങളെക്കാൾ നീ സ്നേഹിക്കുന്ന യേശു ക്രിസ്തു അവനാരാണ്? അതാണ് 15 മിനിറ്റോളം എടുത്തത്. ഈ മാർക്കസ് 15 മിനിറ്റിനുള്ളിൽ യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കി. അർത്ഥനഗ്നയായി അടിയേറ്റ് നിൽക്കുന്ന മേഴ്സിയ, രക്തമൊഴുക്കി നിൽക്കുന്ന മേഴ്സിയ അടുത്ത് വലിച്ചെറിയപ്പെടാൻ പോകുന്ന സിംഹത്തിന്റെ കുഴിയിലേക്ക് അടുത്ത് നിൽക്കുന്ന പരിചാരകന്റെ മേൽമുണ്ട് വലിച്ചെടുത്ത് മേഴ്സിയെ പുതപ്പിച്ചതിന് ശേഷം അവളെ വാരിയെടുത്തിട്ട് ഈ മാർക്കസ് പറഞ്ഞു, അല്ലയോ റോമൻ സാമ്രാജ്യമേ,
നീ തിരസ്കരിക്കുന്ന യേശുക്രിസ്തുവിനെ ഞാനും സ്വീകരിക്കുന്നു, ഞാനും എൻ്റെ ജീവനെ യേശുക്രിസ്തുവിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് മേഴ്സിയെ വാരിയെടുത്ത് ആ സിംഹക്കുഴിയിലേക്ക് അവൻ എടുത്തു ചാടുകയുണ്ടായി. നിമിഷ നേരം കൊണ്ട് സിംഹങ്ങൾ അവരെ കടിച്ചു കീറി വിശപ്പടക്കിയെന്ന് ചരിത്രകാരന്മാർ കൂറിയിട്ടു. പ്രിയപ്പെട്ടവരെ, മരണത്തിലും ഒരുവനെ നേടിക്കൊണ്ടാണ് മേഴ്സിയ നിത്യതയിലേക്ക് പോയത്. ഇത് എന്ത് അവബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അപ്പോസ്തലനായ പൗലോസ് AD 69 ജൂൺ 29 നമുക്കറിയാം, റോമിൽ നിന്ന് ഓസ്ട്രിയയിലേക്ക് പോകുന്ന ഓസ്ട്രിയൻ ഹൈവേയുടെ ഏകദേശം 3 കിലോമീറ്റർ അടുത്ത് വരുമ്പോൾ ട്രിഫോണ്ടൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് സ്വന്തം കഴുത്ത് റോമൻ പടയാളിയുടെ വാളിന് താഴ്ത്തിക്കൊടുത്തത് എന്തിനു വേണ്ടിയായിരുന്നു? ശിരസറ്റ കബന്ധം അവിടെ വീഴുകയുണ്ടായി, ആ ചോര ഒഴുകി പരക്കുകയുണ്ടായി. ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു? പ്രാണനായ യേശുക്രിസ്തുവിനെ അറിഞ്ഞതുകൊണ്ട് മാത്രം. അങ്ങനെ കൂട്ടിക്കണക്കിന് വരുന്ന 13 കോടിയിലധികം വരുന്ന രക്തസാക്ഷികൾ, നമ്മുടെ സഹോദരി സഹോദരന്മാർ, നമ്മുടെ സഹോദരിമാരെ പട്ടാള ക്യാമ്പുകളിലൂടെ റോമാക്കാർ വലിച്ചിഴച്ച് മാനഭംഗപ്പെടുത്തി ലെതർ ബാഗുകളുടെ ഉള്ളിലിട്ട് പാമ്പുകളെയും തേളുകളെയും അതിൻ്റെ ഉള്ളിലിട്ട് അതിൻ്റെ വാ മൂടിക്കെട്ടി കുതിര കടിഞ്ഞാണുകളിൽ കെട്ടിയിട്ട് വലിച്ചു കൊണ്ടുപോയി കയങ്ങളിൽ താഴ്ത്തി. മക്കളിൽ അമ്മയെയും അപ്പനെയും നഷ്ടപ്പെട്ട മക്കളുടെ ദീനരോധനങ്ങൾ റോമൻ തെരുവീതികളിൽ മുഴങ്ങിക്കേട്ടു. റോമൻ സൈന്യത്തിന്റെ ഇരുമ്പ് രഥങ്ങൾ പിഞ്ചു കുഞ്ഞുങ്ങളെ ചതച്ചരച്ച് കടന്നുപോയി. അവരുടെ രക്തമെല്ലാം ചീച്ചിത്തെറിക്കുകയുണ്ടായി. ആ രക്തത്തിലൂടെ ചവിട്ടി കുതിച്ച് പാഞ്ഞു വന്ന മാർഗമാണ് നമ്മുടെ മാർഗം, ക്രൈസ്തവ മാർഗം. യേശുക്രിസ്തുവിനെ മനസ്സിലാക്കിയവർ രക്തസാക്ഷിത്വത്തിലൂടെ നിത്യതയിലേക്ക് മാറ്റപ്പെട്ടു. നാം എവിടെയാണ് പ്രിയപ്പെട്ടവരെ? നാം എവിടെയാണ് വന്നു നിൽക്കുന്നത്? നാം എത്രത്തോളം യേശുക്രിസ്തുവിനെ അറിയുന്നുണ്ട്? യേശുക്രിസ്തുവുമായിട്ട് നമുക്ക് എത്രത്തോളം ബന്ധമുണ്ട്? ഈ നിമിഷം നാം അത് ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനോട് കൂടെ ഒരന്തി ഉണർന്നിരിപ്പാൻ, യേശുക്രിസ്തുവിനോട് കൂടെ പാർക്കുവാൻ, യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുവാൻ നമുക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ പരാജയബോധമുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ തലകളെ വണക്കി നമ്മുടെ ഹൃദയത്തെ പകർന്ന് യേശുക്രിസ്തുവിൻ്റെ മുമ്പാകെ ഒരു നിരപ്പ് പ്രാപിച്ച് ഇന്ന് പകൽക്കാലം ഒരു പുതിയ ജീവിതത്തിൻ്റെ തീരുമാനമെടുത്തുകൊണ്ട് അടുത്ത നമ്മുടെ മക്കൾ, ഇന്നിവിടെ ഇല്ലാത്ത മക്കൾ, നാളുകളിൽ ഇവിടെ വന്ന് ദൈവവചനം കേൾക്കുവാനും ക്രിസ്തുവിനെ പഠിക്കുവാനും തയ്യാറാകണം എന്നുള്ള വലിയ ആത്മാർത്ഥതയോടുള്ള ആഹ്വാനം നിങ്ങൾക്ക് നൽകിക്കൊണ്ട് നിങ്ങളതിന് തയ്യാറാകണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ വചന പഠന ശുശ്രൂഷയിൽ ഞാൻ വിരമിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമീൻ. യേശുക്രിസ്തു വേഗം വരുന്നു. ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. ദൈവത്തിന് മഹത്വം. ആമീൻ. ഇന്ന് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദ പഠനം പ്രിയ കത്തദാസിൽ കൂടി ലഭിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തീർച്ചയായും ഇതിനെ കടന്നു വരാത്തവർക്ക് ഒരു വലിയ നഷ്ടം തന്നെയാണ് ഈ നാം സാധാരണ കേൾക്കാത്ത ഒരു വിഷയം. നമ്മുടെ കർത്താവിനെക്കുറിച്ചുള്ള അനുഗ്രഹിക്കപ്പെട്ട വിലയേറിയ സത്യങ്ങൾ നമുക്ക് ഗ്രഹിക്കുവാൻ തക്കൊണ്ട് ഇടയായി. അത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഗ്രഹിക്കുവാൻ ഇനി മേളിൽ സാധിക്കണം. നമ്മുടെ സൺഡേ സ്കൂളുകളൊക്കെ ആ വിധത്തിൽ കർത്താവിനെക്കുറിച്ച് പഠിപ്പിക്കുവാൻ, നമ്മുടെ കർത്താവ് ആരാണ്, നമ്മുടെ കർത്താവിൻ്റെ മഹത്വം എന്താണെന്നൊക്കെ ഉള്ള അവർ മനസ്സിലാക്കുവാൻ നമ്മുടെ വരും തലമുറ ആ വിധത്തിൽ മുമ്പോട്ട് പോകത്തൊക്കെ ഇടയാക്കട്ടെ. നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ട് വളരെ വർഷങ്ങളായി എങ്കിലും നാം അറിയാത്ത വിലയേറിയ സത്യങ്ങൾ, കർത്താവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇന്ന് അറിയുവാൻ കർത്താവ് ഇടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നാം ഇന്ന് കടന്നു വന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം ആണ്. അതോർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ പ്രാർത്ഥിച്ച് ഈ യോഗം അവസാനിപ്പിക്കാം. ഇന്ന് വൈകിട്ട് നാം കൺവെൻഷൻ്റെ അവസാനത്തെ ദിവസമാണല്ലോ. പ്രിയ കർത്തദാസൻ PG ജെയിംസ് തങ്കത്തോട് ഇന്ന് നമ്മുടെ ദൈവവചനം അറിയിക്കുന്നതായിരിക്കും. 6 മണിക്ക് തന്നെ ഇന്നത്തെ യോഗം ആരംഭിക്കുന്നതായിരിക്കും.
നാം എല്ലാവർക്കും അതിന് കടന്നു വന്ന് അതിൽ സംബന്ധിച്ച് മടങ്ങിപ്പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ പ്രിയ സഹോദരൻ ബാബു രാജു പ്രാർത്ഥിച്ചു. മഹത്വമുള്ള ദൈവമേ, സ്വർഗപിതാവേ, കർത്താവേ, ഈ രാവിലെ സമയം കർത്താവിൻ്റെ സന്ധിയിൽ ഞങ്ങളിങ്ങനെ ഒരുമിച്ച് ശാന്തമായി ഈ സ്ഥലത്ത് ഇങ്ങനെ ഇരുന്ന് ദൈവത്തിൻ്റെ വചനം ശ്രവിപ്പാൻ തക്കോണം സഹായിച്ചതിനായി സ്തോത്രം. അതിനായി ഞങ്ങൾക്ക് തന്ന സന്ദർഭത്തിനായി നന്ദിയോട് സ്തോത്രം. അനേകർക്ക് ലഭിക്കാതിരിക്കുന്ന ഈ സമയങ്ങൾ കർത്താവെ ഞങ്ങൾക്ക് അല്പസമയം ചെലവഴിപ്പാൻ തക്കോണം സഹായിച്ചതിനായി സ്തോത്രം. തൻ്റെ വചനം പറയുവാൻ തക്കോണം തൻ്റെ ദാസനെ ബലപ്പെടുത്തി അതിനായി നന്ദിയോട് സ്തോത്രം. കർത്താവെ, ദൈവത്തിൻ്റെ വചനം ലളിതമായ രീതിയിൽ ഞങ്ങളെ മനസ്സിലാക്കുവാൻ തക്കോണം ദൈവത്തിൻ്റെ ആത്മാവ് കർത്താവെ പരിവർത്തിച്ചു. അതിനായി നന്ദിയോട് സ്തോത്രം. ഞങ്ങൾക്ക് കർത്താവെ പല കാര്യങ്ങൾ ഈ ലോകത്തിൽ പല കാര്യങ്ങൾ അറിയാം. ഞങ്ങൾ ജ്ഞാനികളാണ്, ബുദ്ധിമാന്മാരാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് ഞങ്ങൾക്ക് പരിമിതമാണ്. അതുകൊണ്ട് കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ പല പരാജയങ്ങളും പല പല പ്രതിബന്ധങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. അതൊക്കെയും ഞങ്ങൾ പിന്നോട്ട് തിരിഞ്ഞ് നോക്കി കർത്താവിനെ കൂടുതൽ അറിയുവാനും കർത്താവിന് വേണ്ടി ജീവിപ്പാനും ഞങ്ങൾ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരുവാനും കർത്താവെ മറ്റുള്ളവർക്ക് കൂടുതൽ പ്രയോജനമായി ഞങ്ങൾ ദേശത്ത് സാക്ഷ്യമുള്ളവരായി ഞങ്ങൾ വെളിച്ചം പകരുന്നവരായി കർത്താവെ ഞങ്ങൾ മനമേ ശോഭിക്കുന്ന വിളക്കുകളായി ഞങ്ങൾ തീരുവാൻ തക്കോണം സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവെ ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെ ചവിട്ടിക്കളയുവാനല്ലാതെ വേറൊന്നിനും കൊള്ളുകയില്ലല്ലോ കർത്താവെ. ഞങ്ങളങ്ങനെ പ്രയോജനമില്ലാത്തവരായി അല്ല, ദൈവത്തിന് കൂടുതൽ പ്രയോജനവും മറ്റുള്ളവർക്ക് രുചികരമായ സന്തോഷം പകരുന്നതായ ജീവിതം ഞങ്ങൾ ചില ജീവിതം ഞങ്ങൾക്ക് സമയങ്ങൾ ഞങ്ങൾ വെച്ചിരിക്കുമ്പോൾ അത് പ്രയോജനപ്പെടുത്തുവാൻ തക്കോണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പല കർത്താവെ പത്രോസിൻ്റെയും കർത്താവെ പൗലോസിൻ്റെയും പല കാര്യങ്ങൾ അവർ കർത്താവിനെ എങ്ങനെ കണ്ടു എന്നുള്ളതും എങ്ങനെ പരിജ്ഞാനം പ്രാപിച്ചു എന്നുള്ളതും ഞങ്ങൾക്ക് കേൾക്കുവാൻ കഴിഞ്ഞു കർത്താവെ. ആ സ്തെഫാനോസ് കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടു എന്ന് ഞങ്ങൾ കാണുന്നല്ലോ. അങ്ങനെ ഞങ്ങൾ കർത്താവ് അനുദിനം കർത്താവിനെ കണ്ട് ആ മാർത്തയെ പോലെ ഞങ്ങൾ കർത്താവിൻ്റെ സ്ഥലത്തിൽ അരിക്കൽ കാൽക്കലിരുന്ന് ഞങ്ങൾ അനുദിനം വചനം പഠിക്കുവാനും കർത്താവിനെ മനസ്സിലാക്കുവാനും കർത്താവെ മഹാദൈവമായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ കൂടുതൽ കർത്താവെ ഞങ്ങൾ വളരുവാൻ തക്കോണം ഞങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സഭയ്ക്കും കുടുംബത്തിനും ദേശത്തിനും ഒക്കെ കർത്താവെ നല്ല ഒരു സാക്ഷ്യം നിലനിർത്തുവാൻ സന്തോഷകരമായ ഒരു ജീവിതം കാഴ്ചവെപ്പാൻ തക്കോണം ഞങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. തന്റെ ദാസനെ കഴിഞ്ഞ രാത്രിയിലും കർത്താവ് എടുത്തുപയോഗിക്കുകയും ശക്തിയോടുകൂടി വചനം സംസാരിപ്പാൻ തക്കോണം ദൈവത്തിന്റെ ആത്മാവ് കർത്താവെ ആത്മാവിനാൽ നിറയ്ക്കുകയും ചെയ്തു. അതിനായി സ്തോത്രം. ഇന്നും കർത്താവെ അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ വചനത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ കൂടുതൽ അടുക്കും തോറും കൂടുതൽ മനസ്സിലാക്കും തോറും ഞങ്ങളുടെ ജീവിതം കൂടുതൽ കർത്താവെ മാറ്റപ്പെടുന്നു. ഞങ്ങൾ കൂടുതൽ ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളതായി തീർന്നു. മറ്റുള്ളവരും ആ കൃപ കണ്ട് സന്തോഷിപ്പാൻ തക്കോണം സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും ഞങ്ങളുടെ സന്നിധിയിൽ പരമേൽപ്പിക്കുന്നു കർത്താവെ. ഇന്ന് രാത്രി നടക്കേണ്ടതായ കർത്താവെ യോഗത്തിനായിട്ടും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേകർ കടന്നു വന്ന് വചനം ശ്രവിപ്പാൻ തക്കണം, ചില ആത്മാക്കൾ രക്ഷയിലേക്ക് കടന്നു വരുവാൻ തക്കണം സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. തന്റെ ദാസനെ ഞങ്ങളുടെ കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളിപ്പോൾ കർത്താവെ പുറപ്പെട്ട് ഭവനത്തിലേക്ക് പോകുന്നു. തിരിച്ചു ക്ഷേമത്തോടെ കടന്നു വന്ന് ദൈവസന്നിധിയിൽ തിരുവഴിപ്പാൻ തക്കണം ഞങ്ങളെ സഹായിക്കണമേ. ആവശ്യമായ കൃപകൾ നൽകണമേ. ഈ ശുശ്രൂഷയിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ സന്നിധി പരമേൽപ്പിക്കുന്ന ആവശ്യമായ എല്ലാ കൃപയും കൊടുത്ത് സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇത്രത്തോളം സഹായിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ മാനവും മഹത്വം അങ്ങെടുക്കണമേ. എല്ലാം ഞങ്ങൾക്കായി ജീവൻ വെച്ച് ഞങ്ങളുടെ കർത്താവിന്റെ ഇഷ്ടമായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദയവുണ്ടായി സ്വീകരിക്കുമാറാണമേ. ആമേൻ.